Hi all, welcome back to another session of hydraulics. നമ്മൾ മേജർ ലോസസ് ഇൻ പൈപ്പ് ഫ്ലോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളതൊരു ഫ്രിക്ഷൻ ലോസ് ആണെന്ന് പറഞ്ഞിരുന്നു. മേജർ ലോസ് ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന എനർജി ലോസസ് അല്ലെങ്കിൽ ഹെഡ് ലോസസ് ആണ് മേജർ ലോസസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മേജർ ലോസ് അല്ലാതെ പല കാരണങ്ങൾ കൊണ്ട് മൈനർ ലോസസ് പൈപ്പ് ഫ്ലോയിൽ സംഭവിക്കുന്നുണ്ട്. ആ മൈനർ ഫ്ലോസ് ഏതൊക്കെയാണ്, അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ ലോസസ് ഒരു പൈപ്പ് ഫ്ലോയിൽ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. സോ ടുഡേയ്സ് സെഷൻ ഡീൽസ് വിത്ത് മൈനർ ലോസസ് ഇൻ പൈപ്പ് ഫ്ലോ. സോ മൈനർ ലോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ മേജർ ലോസസിന്റെ കേസിൽ പറഞ്ഞു, ലിക്വിഡ് പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് പൈപ്പിന്റെ സർഫസും ലിക്വിഡും തമ്മിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ ലിക്വിഡിൽ വിസ്കോസിറ്റി ഉണ്ടാവും. സോ ദർ ഈസ് എ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആക്ടിങ് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ് ഇൻ ദാറ്റ് ഫ്ലോ അല്ലെ. അതുകൊണ്ടുണ്ടാവുന്ന ഫ്ലോ എലോങ് ദ ലെങ്ത്, അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ ഉണ്ടാവും 4FL V²/2GD ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണല്ലേ. ത്രൂ ഔട്ട് ദ ലെങ്ത് ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മൈനർ എനർജി ലോസസിലോട്ട് വരുമ്പോൾ ഫ്രിക്ഷൻ ലോസ് പോലെ ഒരു ത്രൂ ഔട്ട് നടക്കുന്ന ലോസ് അല്ല അത്. ഫ്രിക്ഷൻ ലോസ് നമ്മൾ പറഞ്ഞു ലെങ്ത്തുമായിട്ട് ഡിപ്പെൻഡന്റ് ആണ്. മൈനർ എനർജി ലോസസ് കോയിൻ ചെയ്യുന്നത് സാധാരണ വെലോസിറ്റി ആയിട്ടാണ്. ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓർ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഒക്കറിംഗ് ടു എനി റീസൺസ്, ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റിയോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയോ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഹെഡ് ലോസ് അല്ലെങ്കിൽ എനർജി ലോസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനർ എനർജി ലോസസ് ഓർ മൈനർ ഹെഡ് ലോസസ്. ഓക്കെ, so the loss of energy of the flowing fluid due to the change in velocity in magnitude and direction. മാഗ്നിറ്റ്യൂഡിലോ ഡയറക്ഷനോ ഉള്ള വെലോസിറ്റി ചേഞ്ച് കൊണ്ട് വരുന്ന എനർജി ലോസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനർ ലോസ്. സോ ഏതൊക്കെ സന്ദർഭത്തിലാണ് ഈ എനർജി ചേഞ്ച് അല്ലെങ്കിൽ എനർജി ലോസ് നടക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് ഡിസ്കസ് ചെയ്തു. അതിനേക്കാൾ ഒന്നോ രണ്ടോ ലോസസ് ഇവിടെ കൂടുതൽ വരും. സോ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതേണ്ട ലോസസ്, ടൈപ്സ് ഓഫ് മൈനർ ലോസസ് ഇതാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്. നമ്മൾ 1 by 1 ഓരോന്നും കാണും, ആ സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ദ ഫസ്റ്റ് മൈനർ ലോസ് മേ ബി ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്. അടുത്തത് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ, നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ്. അടുത്തത് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ പൈപ്പ്. നെക്സ്റ്റ് അറ്റ് ദ എക്സിറ്റ് ഓഫ് ദ പൈപ്പ്. അടുത്തത് ഡ്യൂ ടു ബെൻസ് ഇൻ പൈപ്പ്. അടുത്തത് ഡ്യൂ ടു പൈപ്പ് ഫിറ്റിംഗ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻസ് ഇൻ പൈപ്പ്. സോ ഈ ഒരു 7 രീതിയിലാണ് പൈപ്പിൽ മൈനർ ലോസസ് നടക്കുക. ഇനി എന്തുകൊണ്ടായിരിക്കും ഇതിനെ മൈനർ ലോസസ് എന്ന് വിളിക്കുക? ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ആണ്. സോ എലോങ് ദ ലെങ്ത് അത് ഉണ്ടാവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ഹ്യൂജ് ക്വാണ്ടിറ്റി വെൻ കമ്പയർഡ് ടു മൈനർ ലോസസ്. മൈനർ ലോസസ് ഈ പറയുന്ന പോലെ ഇപ്പോൾ സഡൻ എൻലാർജ്മെന്റ് വരുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ സഡൻ കോൺട്രാക്ഷൻ വരുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ പൈപ്പിന്റെ എൻട്രൻസിൽ, പൈപ്പിന്റെ എക്സിറ്റിൽ, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രമായിട്ട് ഉണ്ടാകുന്ന ലോസസ് ആണ്. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കാം തന്നെ മൈനർ ലോസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ലോങ് പൈപ്പ്, ഒരുപാട് നീളമുള്ള ഒരു പൈപ്പ് എടുക്കുക എന്ന് വിചാരിച്ചു. ആ സമയത്ത് മൈനർ ലോസസ് വിൽ ബി വെരി ലെസ് ദാൻ ഫ്രിക്ഷൻ ലോസ്. കാരണം എന്താ, നമ്മൾ പറഞ്ഞു ഫ്രിക്ഷൻ ലോസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പൊ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഫ്രിക്ഷൻ ലോസ് വളരെയധികം കൂടും. സോ ആ ഫ്രിക്ഷൻ ലോസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന മൈനർ ലോസസ് ഒക്കെ വളരെ കുറവായിരിക്കും. സോ യു ക്യാൻ നെഗ്ലക്ട് മൈനർ ലോസസ് ഇൻ കേസ് ഓഫ് ലോങ് പൈപ്സ്. പക്ഷേ ഷോർട്ട് പൈപ്സിന്റെ കാര്യം വരുമ്പോൾ, വളരെ നീളം കുറഞ്ഞ പൈപ്പ് ആണെങ്കിൽ ആ സമയത്ത് ഫ്രിക്ഷൻ ലോസ് ഒരു ലിമിറ്റഡ് വാല്യൂ ആണല്ലേ, എല്ല് ചെറുതായതുകൊണ്ട്. സോ അതിന്റെ ഏകദേശം അടുത്ത് വരും മൈനർ ലോസസും. ഓക്കെ, സോ ചെറിയ പൈപ്പ് ആണെങ്കിൽ ഫ്രിക്ഷൻ ലോസും മൈനർ ലോസസും കമ്പയറബിൾ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് അതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫോർ ഷോർട്ട് പൈപ്സ് മൈനർ ലോസസ് ആർ കമ്പയറബിൾ വിത്ത് ഫ്രിക്ഷൻ ലോസ്, ഹെൻസ് കനോട്ട് ബി നെഗ്ലക്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിനെ മൈനർ ലോസസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് 1 by 1 ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്, ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ ഓരോന്നും കണ്ട് എങ്ങനെയാണ് അവിടെ ലോസ് സംഭവിക്കുന്നത് അതിന്റെ ഇക്വേഷൻസും കാണാം. നമ്മൾ ഡെറിവേഷൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല, ഇക്വേഷൻസ് മാത്രം കണ്ട് അതിന്റെ പ്രോബ്ലംസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഈസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്. സോ ദ ലോസ് ഓഫ് ഹെഡ് ഓർ ലോസ് ഓഫ് എനർജി ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ് ഇൻ പൈപ്പ്. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുക, ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. അപ്പൊ നമ്മൾ
ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്ത സമയത്ത് പൈപ്പിനെ കുറിച്ച് പറഞ്ഞു. ഹൊറിസോണ്ടൽ യൂണിഫോം പൈപ്പ് ഓർമ്മയുണ്ടോ? ഹൊറിസോണ്ടൽ യൂണിഫോം പൈപ്പ്. യൂണിഫോം പൈപ്പിന്റെ പ്രത്യേകത എന്താ? ഏത് ക്രോസ് സെക്ഷൻ എടുത്താലും അവിടെ എല്ലായിടത്തും ഒരേ ഏരിയ ആയിരിക്കും. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ പൈപ്പ് അല്ല. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ അറ്റ് എ പെർട്ടിക്കുലർ സെക്ഷൻ ദ ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ പൈപ്പ് അബ്രപ്റ്റ്ലി ചേഞ്ച് അല്ലെ. പെട്ടെന്ന് അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആവുന്നു. സോ D1 എന്ന് പറയുന്ന ഡയമീറ്റർ D2 എന്ന ഡയമീറ്റർ ആയിട്ട് കൂടുന്നു. ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ഡയമീറ്റർ. ഇങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഫ്ലോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കൺസിഡർ വാട്ടർ ഈസ് കമ്മിങ് ഫ്രം ഹിയർ. വാട്ടർ ഇവിടെ നിന്ന് ഒഴുകി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒഴുകി പോകും അല്ലെ. ഈ ഒരു ചെറിയ ഏരിയയിൽ ഫുള്ളായിട്ട് ഒഴുകി വരുന്ന വെള്ളം വലിയ ഏരിയയിലോട്ട് പോകുമ്പോൾ അപ്പൊ തന്നെ ഫുള്ളായിട്ട് ഒഴുകത്തില്ല. നമുക്കറിയാം അല്ലെ. ഒരു ഫുൾ പൈപ്പിൽ വെള്ളം ഒഴുകി വരികയാണ്. അതിൽ നിന്ന് നമ്മൾ ഒരു വലിയ പൈപ്പിലോട്ട് ആ വെള്ളത്തിൽ കടത്തി വിടുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒഴുകി വന്ന ഫുള്ളായിട്ട് ഒഴുകി വന്ന പോലെ അല്ല വലിയ പൈപ്പിലും അത് ഒഴുകാൻ പോകുന്നത്. ദർ വിൽ ബി എ സെപ്പറേഷൻ ഓഫ് ദ ഫ്ലോ ഫ്രം ദ ബൗണ്ടറി. കണ്ടോ? ഇവിടെ ഫുള്ളായിരുന്നു, ഇവിടെ ബൗണ്ടറിന്ന് ചെറിയൊരു സെപ്പറേഷൻ ഉണ്ട്. ആ സെപ്പറേഷൻ വഴി നടക്കുന്ന ലോസസ് ആണ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്. ഇവിടെ ആക്ച്വലി വാട്ടർ ഇല്ല എന്നല്ല അർത്ഥം. അവിടെ ചെറിയ സ്മോൾ വേവ്സ് ഉണ്ട്. ആ വേവ്സിനെ നമ്മൾ എഡീസ് എന്ന് വിളിക്കും. എഡീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ടർബുലന്റ് ആയിട്ടുള്ള നല്ല സ്പീഡുള്ള വേവ്സിനെയാണ് നമ്മൾ എഡീസ് എന്ന് വിളിക്കുക. അത് നമ്മുടെ സാധാരണ ഫ്ലോയുമായിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ബന്ധം ഉണ്ടാവില്ല. സോ ആ എഡീസ് ഹൈ എനർജി കൺസ്യൂമിങ് വേവ്സ് ആണ്. അപ്പൊ ആ എഡീസ് ഫോം ചെയ്യാൻ ഒരുപാട് എനർജി ഉപയോഗിക്കുന്നുണ്ട്. സോ ആ എഡി ഫോർമേഷന് എനർജി എടുക്കുന്നത് കൊണ്ട് ദർ ഇസ് ഹെഡ് ലോസ് ഓർ energy loss taking place at that particular section. So when water comes from a smaller section and suddenly go for flowing through a larger section, അവിടെ എന്ത് സംഭവിക്കുന്നു? There is a separation, there is a deformation, അതുകൊണ്ട് ലോസ് സംഭവിക്കുന്നു. ഇനി ഈ ലോസിന്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. The equation is something like this: loss of head due to sudden enlargement, HE എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. HE, ഓക്കെ, എൻലാർജ്മെന്റിന്റെ E. V1 minus V2 all square divided by 2G. So V1 minus V2 all square divided by 2G. ഇതിൽ V1 V2 നമ്മൾ പറഞ്ഞു വെലോസിറ്റി ആണ് മൈനർ ലോസിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ നമ്മുടെ എല്ലാ ഇക്വേഷനിലും വരാൻ പോകുന്ന വെലോസിറ്റി ആണ്. വെലോസിറ്റി V1 എന്ന് പറയുന്നത് ഈ ആദ്യം വരുന്ന പൈപ്പ് ഉണ്ടല്ലോ, ചെറിയ പൈപ്പ്, ആ ചെറിയ ക്രോസ് സെക്ഷനിൽ കൂടെ വെള്ളം ഒഴുകുന്ന സമയത്ത് വെലോസിറ്റി, അതാണ് V1 എന്ന് പറയുന്നത്. V2 എന്ന് പറഞ്ഞാൽ അവിടുന്ന് വലിയ പൈപ്പിൽ എത്തുമ്പോൾ വലിയ പൈപ്പിലെ വെലോസിറ്റി ആണ് V2. സോ V1 is the velocity of smaller area of the pipe, V2 is the velocity at larger area or enlarged area of the pipe. So ഇതാണ് head loss due to sudden enlargement. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് head loss due to sudden contraction. നമ്മളിവിടെ പറഞ്ഞു ചെറിയ പൈപ്പ് വന്നിട്ട് പെട്ടെന്ന് വലുതാവുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ്, അതായത് വലിയ പൈപ്പ് വന്നിട്ട് ചെറിയ പൈപ്പ് ആവുന്നു. കാണുന്നുണ്ടല്ലോ അല്ലെ ചിത്രത്തിൽ? ആദ്യം ഡയമീറ്റർ D1 ആയിരുന്നു, പിന്നെ ഡയമീറ്റർ D2 ആവുന്നു. ഈ D1 ഈസ് ഗ്രേറ്റർ ദാൻ D2. സോ വെള്ളം ആദ്യം ഒഴുകി വരുന്നത് കുറച്ചുകൂടെ വലിയൊരു ക്രോസ് സെക്ഷനിലാണ്, എന്നിട്ട് അതൊരു ചെറിയ ക്രോസ് സെക്ഷനിൽ കൂടെ ഒഴുകി പോകണം. അങ്ങനെ സംഭവിക്കുമ്പോൾ സാധാരണ എങ്ങനെയാ ഫ്ലോ നടക്കുക? നോക്കിക്കോ, വെള്ളം വരുന്നു, ഈ ചെറിയ ക്രോസ് സെക്ഷൻ എത്താറാവുമ്പോൾ വെള്ളം പതുക്കെ കൺവേർജ് ചെയ്ത് വരുന്നു, എന്നിട്ട് ഒരു മിനിമം ഏരിയയിൽ എത്തുന്നു, അവിടെ നിന്ന് ഡൈവേർജ് ചെയ്യുന്നു അല്ലെ. നമ്മൾ വിനാ കോൺട്രാക്ടർ സെക്ഷൻ ഒക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ പ്രോസസ്സ്. സോ അവിടെയൊക്കെ സംഭവിച്ചത് എന്താ? ഒരു ഒറിഫൈസ് വെച്ച് കഴിയുമ്പോൾ ആ ഒറിഫൈസിന്റെ ഏരിയയിലോട്ട് വാട്ടർ ജെറ്റ് പതുക്കെ ചെറുതായി വരും, എന്നിട്ട് അതിന്റെ ഏറ്റവും മിനിമം ഏരിയ എടുക്കും, എന്നിട്ട് പതുക്കെ പിന്നെ വലുതായി പോകും. അതേ പ്രോസസ്സ് ഇവിടെ നടക്കുക. So when water flows from larger cross section to smaller cross section, the liquid jet slowly converges and then get into the minimum area at the vena contractor section and then goes on diverging. അതാണ് ഇവിടെ സംഭവിക്കുക. അപ്പൊ ഇവിടെയാണ് വിനാ കോൺട്രാക്ടർ സെക്ഷൻ വരിക. വിനാ കോൺട്രാക്ടർ നമുക്കറിയാം ഏറ്റവും ചെറിയ ലിക്വിഡ് ജെറ്റ് ഏരിയ വരുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ നിന്ന് വെള്ളം ഒഴുകി വന്ന്
പതുക്കെ കോൺട്രാക്റ്റഡ് ആയിട്ട് വന്ന് ഏറ്റവും മിനിമം ഏരിയ എത്തിയിട്ട് ഡൈവേർജ് ആവുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ്സ് ഫ്രം ബൗണ്ടറി. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഫ്ലോ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ബൗണ്ടറി. സോ ആ എല്ലാ സ്ഥലത്തും ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? എഡ്ഡീസ് ഫോം ചെയ്യുന്നുണ്ട്. ED/DY അതാണ് എഡ്ഡീസ് ഫോം ചെയ്യുന്നുണ്ട്. ആ എഡ്ഡി ഫോർമേഷന് എഗെയിൻ എനർജി ആവശ്യമുണ്ട്. സോ ദർ ഈസ് ലോസ് ഓഫ് ഹെഡ് ഓർ ലോസ് ഓഫ് എനർജി ടേക്കിംഗ് പ്ലേസ്. സോ ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ ആ ഒരു എനർജി ലോസിനെ നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ ഇങ്ങനെയാ വരാം: K×V2²/2g. ഓർക്ക, HC നേരത്തെ HE ആയിരുന്നു, അത് എൻലാർജ്മെന്റ്. HC, C ഫോർ കോൺട്രാക്ഷൻ. സോ HC is equal to K×V2²/2g. ഇവിടെ ഓർക്ക, വെലോസിറ്റി V2 ആണ്. അതായത് നമ്മൾ പറയുന്ന രണ്ടാമത്തെ പൈപ്പ് എന്ന് വെച്ചാൽ ആ പൈപ്പിന്റെ വലിയ ഏരിയയിൽ നിന്ന് ചെറിയ ഏരിയയിലോട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ചെറിയ ഏരിയയിൽ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് V2. ഓർത്തിരിക്കുക. സോ K×V2²/2g. സോ K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക 1/cc-1 all square. സോ K is equal to 1/cc-1 all square, where cc നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂ ആണ്. എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ അല്ലെ? K is equal to 1/cc-1 all square, where cc is the coefficient of contraction. നമ്മൾ കോഎഫിഷ്യൻസ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച അതേ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ വിന കോൺട്രാക്റ്റഡ് സെക്ഷൻ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അതിന്റെ റിലവൻസ് നിങ്ങൾക്ക് അറിയാം. സോ ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ ഹെഡ് ലോസ് ഈസ് K×V2²/2g. V2 എന്ന് പറഞ്ഞ വെലോസിറ്റി ഏതാണ്? ലാർജർ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി അല്ല. ലാർജർ പൈപ്പിൽ നിന്ന് കോൺട്രാക്റ്റഡ് ആയി കഴിഞ്ഞ് സ്മോളർ പൈപ്പിൽ കൂടെ ഒഴുകുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് V2. അത് ഓർത്തിരിക്കുക. പിന്നെ K എന്ന് പറയുന്ന വാല്യൂ 1/cc-1 all square ആണ്. സോ CC എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നില്ല അത് വിചാരിക്കുക. അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിന് ഒരു എംപിരിക്കൽ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ആ എംപിരിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.5 V2²/2g. സോ K×V2²/2g എന്നാണ് ശരിക്കുള്ള ഇക്വേഷൻ. അത് നമുക്ക് K വാല്യൂ CC തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം, 1/cc-1 all square. ഇനി CC തന്നിട്ടില്ല, അപ്പൊ നമുക്ക് K കണ്ടുപിടിക്കാൻ പറ്റത്തില്ലോ. ആ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സഡൻ കോൺട്രാക്ഷന്റെ ഇക്വേഷൻ ആണ് 0.5 V2²/2g, where V2 is the velocity of the contracted area of the pipe. Okay. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ആദ്യത്തെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസസ്. ഓക്കെ, ഇനി അടുത്തത് ലോസ് ഓഫ് ഹെഡ് അറ്റ് എൻട്രൻസ് ഓഫ് ദ പൈപ്പ്. ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ പൈപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ടാങ്ക് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിസർവോയർ കൺസിഡർ ചെയ്യുന്നു. ആ റിസർവോയറിൽ നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ടാങ്ക് ഓർ റിസർവോയർ, ആ റിസർവോയറിൽ നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്യുന്നു. ആ പൈപ്പിലോട്ട് വെള്ളം കയറുന്ന സമയത്ത് ഉണ്ടാവുന്ന ലോസ് മനസ്സിലായോ? ആ പൈപ്പിലോട്ട് ടാങ്കിൽ നിന്നോ റിസർവോയറിലോട്ടോ വെള്ളം വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ലോസ്, അതാണ് ലോസ് ഓഫ് ഹെഡ് അറ്റ് എൻട്രൻസ് ഓഫ് ദ പൈപ്പ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ലോസ് ഓഫ് എനർജി വിച്ച് occurs when a liquid enters a pipe which is connected to a large tank or reservoir. നമുക്ക് ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നമ്മൾ മൗത്ത് പീസസ് ഒക്കെ കണ്ടായിരുന്നു അല്ലേ? ആ മൗത്ത് പീസസിന്റെ പോലത്തെ ഒരു ചിത്രമാണ്. പക്ഷെ മൗത്ത് പീസസ് ഷോർട്ട് ലെങ്ത് ഉള്ള ചെറിയ കഷ്ണം പൈപ്പുകളാണ്. ഇവിടെ ലോങ് പൈപ്പുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പൈപ്പ് ഫ്ലോ ആണ് അല്ലേ? സോ ടാങ്കിൽ നിന്ന് നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ടാങ്കിൽ നിന്ന് പൈപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചിത്രം നോക്കിയൊക്കെ, ടാങ്കിന്റെ ഏരിയ വലുതായിരുന്നു, അവിടെ നിന്ന് പൈപ്പിന്റെ ഏരിയ ചെറുതാണ്. അപ്പൊ അതിൻ്റെ അകത്തോട്ട് വെള്ളം കയറുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സഡൻ കോൺട്രാക്ഷൻ പോലത്തെ ഒരു അവസ്ഥയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ടാങ്ക് വലിയ ഏരിയ ആണ്, ആ വലിയ ഏരിയയിൽ നിന്ന് ചെറിയ ഏരിയ ഉള്ള പൈപ്പിലോട്ട് വെള്ളം കയറുന്നു. ആ സമയത്ത് സഡൻ കോൺട്രാക്ഷന്റെ കേസ് അല്ലേ? സോ സഡൻ കോൺട്രാക്ഷന്റെ ഇക്വേഷന് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ പൈപ്പ്, 0.5 V²/2g. Okay, so loss of head at the entrance of the pipe we represent it by HI. I എന്നുള്ളത് ഇൻ ആയിട്ട് എടുത്താൽ മതി, ഇൻലെറ്റ് ആണല്ലേ. സോ HI is equal to 0.5 V²/2g. ഇവിടുത്തെ V എന്താണ്? നേരത്തെ ഓർമ്മയുണ്ടോ? കോൺട്രാക്ഷന്റെ വെലോസിറ്റി നമ്മൾ ഏതാ ഉപയോഗിച്ച്? 0.5 V²/2g. രണ്ടാമത്തെ ക്രോസ് സെക്ഷൻ, അതായത് ചെറിയ ക്രോസ് സെക്ഷനിൽ വെള്ളം ഒഴുകുന്ന സമയത്ത്. ഇവിടെ ചെറിയ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈപ്പാണ്.
സോ പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്ന സമയത്തുള്ള വെലോസിറ്റിയാണ് ഇവിടുത്തെ വി എന്ന് പറയുന്നത്. സോ ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് പൈപ്പ് 0.5 വി സ്ക്വയർ ബൈ 2g, where v is the velocity of liquid in the pipe. സോ പൈപ്പിലെ ലിക്വിഡിന്റെ വെലോസിറ്റി ആണ് വി. ഇങ്ങനെയാണ് എൻട്രൻസ് ഓഫ് ദ പൈപ്പിൽ നമ്മൾ ലോസ് കണ്ടുപിടിക്കുക. ഇതേപോലെ പൈപ്പിന്റെ എക്സിറ്റിലും ലോസ് ഉണ്ടാവും. ഓക്കെ, സോ പൈപ്പിന്റെ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് രീതിയിലാവാം. ഒന്നാമത്, ഒരു പൈപ്പ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ടാങ്കിലോട്ടോ റിസർവോയറിലോട്ടാണ് എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ റിസർവോയറിൽ നിന്നോ ടാങ്കിൽ നിന്നോ കണക്ട് ചെയ്തെടുക്കുന്ന പൈപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഈ പൈപ്പ് നമ്മൾ അവസാനം കണക്ട് ചെയ്യുന്നത് ഒരു ടാങ്കിലോട്ടോ റിസർവോയറിലോട്ടോ, അങ്ങോട്ട് വെള്ളം വരുന്ന ഒരു പൈപ്പാന്ന് വിചാരിക്കുക. സോ അവിടെ നടക്കുന്ന ലോസ്, അല്ലെങ്കിൽ ഈ പൈപ്പ് ഫ്രീലി ഡിസ്ചാർജിങ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ആണ്. സോ ഈ പൈപ്പ് വെള്ളത്തെ അറ്റ്മോസ്ഫിയറിലോട്ട് ഫ്രീ ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നു. ഈ രണ്ട് കേസിലും നടക്കുന്ന ലോസസ് ആണ് ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എക്സിറ്റ് ഓഫ് ദ പൈപ്പ്. നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ലോസ് ഓഫ് എനർജി which occurs due to the velocity of liquid at the outlet of the pipe. അത് ഡെസിപ്പേറ്റ് ചെയ്യുന്ന ഫ്രീ ജെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടു എ ടാങ്ക്. ഈ രണ്ട് കേസിലും വരുന്ന ലോസ് ഓഫ് വെലോസിറ്റി അല്ലെങ്കിൽ ലോസ് ഓഫ് എനർജി കൊണ്ടുണ്ടാവുന്ന ലോസ്, അതാണ് എക്സിറ്റ് ഓഫ് പൈപ്പിലെ ലോസ്. അതിന്റെ ഇക്വേഷൻ ഈസ് ജസ്റ്റ് വി സ്ക്വയർ ബൈ 2g. സോ എച്ച് ഒ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഒ സ്റ്റാൻഡ്സ് ഫോർ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഔട്ട് എന്നൊക്കെ നമുക്ക് പറയാം. എച്ച് ഒ ഈസ് നത്തിങ് ബട്ട് വി സ്ക്വയർ ബൈ 2g. ഇവിടെ വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി അറ്റ് ദ pipe, outlet of the pipe. Okay, so this is the loss of head at the exit of the pipe. So pipe നിന്ന് പോകുന്ന സമയത്തുള്ള വെലോസിറ്റി ആണ് v എന്ന് പറയുന്നത്, and the equation is v square by 2g. So at the entrance of the pipe, point v square by 2g ആണ് loss. At the exit of the pipe, v square by 2g ആണ് loss. ഓർത്തിരിക്കുക. അടുത്തത് loss due to obstructions in pipe. ഇപ്പോൾ ഒരു പൈപ്പ് എടുക്കുക, നമ്മുടെ ഒരു യൂണിഫോം പൈപ്പാണെന്ന് തൽക്കാലത്തേക്ക് വിചാരിച്ചു. ഒരു പൈപ്പ് എടുത്തു, ആ പൈപ്പിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ. ഇവിടെ അതേപോലത്തെ ഒരു ചെറിയ സിലിണ്ടർ കാണിച്ചിട്ടുണ്ട് അല്ലേ. സോ വെള്ളം ഇവിടുന്ന് ഒഴുകി വരുന്നു, വെള്ളം ഇവിടുന്ന് ഒഴുകി വരുന്നു വിത്ത് എ വെലോസിറ്റി വി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വൽ ഫ്ലോ ഏരിയ എ ആയിരുന്നു അല്ലെ. ആ വെള്ളത്തിന് ഒഴുകാൻ എ ഏരിയ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ആ എ ഏരിയ സ്ഥലത്ത് സ്മോൾ ലെറ്റർ എ ഏരിയ ഉള്ള ചെറിയൊരു സിലിണ്ടർ അകത്തിരിപ്പുണ്ട്, അതായത് ഒരു ഒബ്സ്ട്രക്ഷൻ ഇരിപ്പുണ്ട്. ആ ഒബ്സ്ട്രക്ഷൻ ഉള്ളപ്പോൾ എന്താ സംഭവിക്കുക നോക്കിക്കേ, ഈ ഒരു റീജിയനിൽ അതിന്റെ ഏരിയ കുറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? സോ ടോട്ടലി എ ഏരിയയിൽ ഒഴുകി വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എ ഏരിയയിൽ ഒഴുകി വന്നിരുന്ന വെള്ളം ഒബ്സ്ട്രക്ഷൻ കൊണ്ട് എ മൈനസ് എ എന്നുള്ള ഏരിയ, ഇത് എ മൈനസ് എ എന്നുള്ള ഏരിയ, ഈ ചെറിയ പോർഷൻ, ആ ഏരിയയിലാണ് ഇനി ഒഴുകേണ്ടത്. സോ ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻസ് ഫ്ലോ ഏരിയ ഡിക്രീസസ്. ഇനി ഇതിലൊന്ന് അനലൈസ് ചെയ്തോ. നമ്മുടെ സെക്ഷൻ 1ഉം സെക്ഷൻ 2 എടുത്തു എന്ന് വിചാരിക്കാം. സോ വെള്ളം ആ വലിയ ഏരിയയിൽ നിന്ന് ഒബ്സ്ട്രക്ഷൻ ഉള്ള ഏരിയയിൽ എത്തുമ്പോൾ ശരിക്കും എന്താ നടക്കുന്നത്? ഒരു സഡൻ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സഡൻ കോൺട്രാക്ഷൻ അപ്പോൾ എപ്പോഴാ പറഞ്ഞേ? വലിയ ഏരിയയിൽ നിന്ന് ചെറിയ ഏരിയയിലോട്ട് വരുമ്പോൾ. അപ്പോൾ ക്യാപിറ്റൽ എയിൽ നിന്ന് എ മൈനസ് എയിലോട്ട് വരുമ്പോൾ ദർ ഈസ് എ സഡൻ കോൺട്രാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. ഇനി അവിടെ നിന്ന് വെള്ളം ഒബ്സ്ട്രക്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? എ മൈനസ് എ എന്നുള്ള ഏരിയയിൽ നിന്ന് എ ഏരിയയിലോട്ട് പിന്നെയും വെള്ളം പോകുന്നു. അപ്പോൾ ചെറിയ ഏരിയയിൽ നിന്ന് വലിയ ഏരിയയിലോട്ട് വെള്ളം പോകുന്നു. സോ സഡൻ എക്സ്പാൻഷൻ നടക്കുന്നു. അപ്പോൾ ആദ്യം ഒരു സഡൻ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ ഒബ്സ്ട്രക്ഷൻ കഴിഞ്ഞു പോകുമ്പോൾ ഒരു സഡൻ എക്സ്പാൻഷനും നടക്കുന്നുണ്ട്. ഈ രണ്ട് സ്ഥലത്തും അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ലോസസ് സംഭവിക്കുന്നു. ഈ ലോസസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഈ ഒരു ഇക്വേഷൻ വെച്ചാണ്. എച്ച് ഒ ബി സ്റ്റാൻഡ്സ് ഫോർ എച്ച് ഒബ്സ്ട്രക്ഷൻസ്, വിച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2g ഇൻറ്റു എ ബൈ സി സി ഇൻറ്റു എ മൈനസ് എ മൈനസ് 1 ഓൾ സ്ക്വയർ. കുറച്ച് വലിയ ഇക്വേഷൻ ആണ്. ഇതാണ് ഇക്വേഷൻ. വി സ്ക്വയർ ബൈ 2g ക്യാപിറ്റൽ എ ഡിവൈഡഡ് ബൈ സി സി ഇൻറ്റു ക്യാപിറ്റൽ എ മൈനസ് സ്മോൾ എ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതിൽ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏരിയ ഓഫ് ദ പൈപ്പ് ആണ്. സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ ഒബ്സ്ട്രക്ഷൻസ് ആണ്. വി ഈസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ പൈപ്പ്. ഓക്കെ, സോ വി ഈസ് ദ വെലോസിറ്റി ഓഫ് ലിക്വിഡ് ഇൻ ദ പൈപ്പ്. സി സി നിങ്ങൾക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. എ എന്ന് പറഞ്ഞാൽ പൈപ്പ് ഏരിയ ആണ്. സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷന്റെ ഏരിയ ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒബ്സ്ട്രക്ഷൻ വഴിയുള്ള
ലോസ് കണ്ടുപിടിക്കുക. ഇനി രണ്ടെണ്ണം കൂടെ ബാക്കിയുണ്ട്, സിമിലർ ഇക്വേഷൻസ് ആണ്. ഒന്നാമത്തത് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു പൈപ്പ് ബെൻസ്. ഇപ്പൊ നമുക്കറിയാം പൈപ്പ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടല്ല കൊടുക്കുക, ചില സമയത്ത് ബെൻഡർ പൈപ്പ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ പൈപ്പ് ബെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ ഒരു ക്ലാസിന്റെ ഫസ്റ്റ് സ്ലൈഡിലോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതിയ സെന്റൻസ് എന്തായിരുന്നു? ദിസ് ലോസ് ടേക്സ് പ്ലേസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ മാഗ്നിറ്റ്യൂഡ് ഓർ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരുന്നു അല്ലെ? ഇപ്പൊ പറഞ്ഞതൊക്കെ നമുക്ക് എന്താ, മാഗ്നിറ്റ്യൂഡ് വേരിയേഷൻ വരുന്നുണ്ട്, കാരണം ഏരിയ കുറയുന്നുണ്ട്, വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് കുറയുന്നുണ്ട്. ഇനി ഒരു പൈപ്പിൽ ബെൻഡ് വന്നാൽ എന്താ സംഭവിക്കുക? ആദ്യം ഒഴുകിയ ഡയറക്ഷനിലല്ല വെള്ളം ഇപ്പോൾ ഒഴുകുന്നത്. സോ ദർ ഈസ് എ ഡയറക്ഷൻ ചേഞ്ച് ടു ദ പൈപ്പ് ഫ്ലോ അല്ലെ? സോ ദർ ഈസ് എ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച്. അങ്ങനെ ഉണ്ടാവുന്ന ലോസസ്, ദാറ്റ് ഈസ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു പൈപ്പ് ബെൻസ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ k ഇൻറ്റു വി സ്ക്വയർ ബൈ 2g ആണ്. ഓക്കെ, നമ്മൾ കണ്ടതാണ് എവിടെയാ, കോൺട്രാക്ഷനിൽ k ഇൻറ്റു വി ടു സ്ക്വയർ ബൈ 2g എന്ന് പറഞ്ഞ് ഹെഡ് ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ കണ്ടാണ്. സെയിം ഇക്വേഷൻ ആണ്. ഇവിടുത്തെ കെയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ k എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 1/cc - 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആയിരുന്നു. ഇവിടെ k എന്ന് പറഞ്ഞാൽ പൈപ്പിന്റെ ബെൻഡ് കോഎഫിഷ്യന്റ് ആണ്. സോ പൈപ്പ് ബെൻഡ് ചെയ്യുന്ന ആംഗിൾ ഒക്കെ അനുസരിച്ച് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്. ആ കോഎഫിഷ്യന്റ് ആണ് k. K is the coefficient of bend and v is the velocity of flow through the pipe. So loss of head due to pipe bends k into v square by 2g. Okay. Last one is loss of head due to pipe fittings. നമ്മൾ പൈപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് പൈപ്പിൽ ചിലപ്പോൾ വാൽവ്സ് ഒക്കെ ഘടിപ്പിക്കും, അല്ലാതെ ഒരുപാട് എക്സ്ട്രാ കണക്ഷൻസ് ഒക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ? സോ ഈ പൈപ്പ് ഫിറ്റിങ്സ് കൊണ്ട് ഉണ്ടാവുന്ന ലോസ്, പൈപ്പ് ഫിറ്റിങ്സ് വരുമ്പോൾ ഉണ്ടാവുന്ന ലോസ് ആണ് ഹെഡ് ലോസ് ഡ്യൂ ടു പൈപ്പ് ഫിറ്റിങ്സ്. സെയിം ഇക്വേഷൻ തന്നെയാണ്, k ഇൻറ്റു വി സ്ക്വയർ ബൈ 2g, വേർ v is the velocity of flow through the pipe. പക്ഷെ kക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. k എന്ന് പറഞ്ഞാൽ പൈപ്പ് ഫിറ്റിങ്ങിന്റെ കോഎഫിഷ്യന്റ് ആണ്. മനസ്സിലായല്ലോ അല്ലെ? സോ ഈ k ഇൻറ്റു വി സ്ക്വയർ ബൈ 2g എന്നുള്ള ഇക്വേഷൻ നമ്മൾ 3 സ്ഥലത്ത് ഉപയോഗിച്ചു. ഒന്ന് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു പൈപ്പ് ബെൻസ്, അടുത്ത ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു പൈപ്പ് ഫിറ്റിങ്സ്, പിന്നെ കോൺട്രാക്ഷന്റെ സമയത്തും. ഈ 3 സമയത്തുള്ള വ്യത്യാസം, ഈ കെന്റെ വാല്യൂവിൽ വ്യത്യാസമുണ്ട്. കോൺട്രാക്ഷന്റെ സമയത്ത് k എന്ന് പറഞ്ഞാൽ 1/1 - cc - 1 ഹോൾ സ്ക്വയർ, ആ ഒരു ഇക്വേഷൻ ആയിരുന്നു. ഇനി പൈപ്പ് ബെൻഡിൽ വരുമ്പോൾ k എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ബെൻഡ് ആണ്. പൈപ്പ് ഫിറ്റിങ്ങിൽ വരുമ്പോൾ k എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ് ആണ്. ഇതാണ് മൈനർ ലോസസ് ഇൻ പൈപ്പ്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റുന്നത്, വെലോസിറ്റി ചേഞ്ച് കൊണ്ടോ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് കൊണ്ടോ ഉണ്ടാവുന്ന ലോസസ് ആണ് ലോസസ്, മൈനർ ലോസസ് എന്ന് നമ്മൾ വിളിക്കുക. മൈനർ ആവാൻ കാരണം അതൊരു സ്പെസിഫിക് ഏരിയയിലാണ് വരുന്നത്, ടോട്ടൽ ത്രൂ ഔട്ട് ഇല്ല. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒരു വലിയ പൈപ്പ് ആണെങ്കിൽ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മൈനർ ലോസസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച 2 പ്രോബ്ലം ആണ്. പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലം പോലെ ഡയറക്റ്റ് ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. നമ്മളിപ്പോൾ ചെയ്ത ഒരുപാട് സെക്കൻഡ് മൊഡ്യൂളിലും തേർഡ് മൊഡ്യൂളിലൊക്കെ ജസ്റ്റ് ഫോർമുല പഠിച്ചിട്ട് ആ ഫോർമുലയിലുള്ള കാര്യങ്ങൾ അറിഞ്ഞായിരുന്നെങ്കിൽ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 പ്രോബ്ലത്തിൽ കുറച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും തന്നെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ആ 2 പ്രോബ്ലംസ് ചെയ്യുക. സോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് ഫ്ലോ of water through a pipe of diameter 20 centimeter and length 50 meter when one end of the pipe is connected to a tank and the other end of the pipe is open to the atmosphere. The pipe is horizontal and the height of water in the tank is 4 meter above the center of the pipe. Consider all minor losses and take F is equal to 0.009 in Darcy Weisbach formula. ഓക്കെ, നമുക്കൊരു പൈപ്പിന്റെ കേസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ പൈപ്പിൽ കൂടെ ഔട്ട്ലെറ്റിൽ കൂടെ ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ ഡിസ്ചാർജ് ആണ്. സോ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ ദ പൈപ്പ്, ആ പൈപ്പിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഡിസ്ചാർജ് നമ്മൾ കണ്ടുപിടിക്കണം. കൺസിഡറിങ് ഓൾ ദ മൈനർ ലോസസ് ആൻഡ് ഓൾസോ ദ മേജർ ലോസ്. ഫ്രിക്ഷൻ ലോസിന്റെ ഫോർമുലയ്ക്ക് F തന്നിട്ടുണ്ട്. ഇപ്പൊ മേജർ ലോസും കൺസിഡർ ചെയ്യണം, മൈനർ ലോസും കൺസിഡർ ചെയ്യണം, എന്നിട്ട് അവിടുത്തെ ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. സോ ഒരു പൈപ്പ് 20 സെന്റിമീറ്റർ ഡയമീറ്ററും 50 മീറ്റർ ലെങ്ത്തും
അതിന്റെ ഒരു സൈഡ് ഒരു ടാങ്കിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതർ സൈഡ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. എന്ന് വെച്ചാൽ യു ഹാവ് എ ടാങ്ക് ഓർ റിസർവോയർ, ആ റിസർവോയറിൽ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പൈപ്പ് ഉണ്ട്. ഇങ്ങനെയായിരിക്കും ആ കേസ്. സോ ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ കണക്ട് ചെയ്തിട്ട് ഒരു പൈപ്പ് ഉണ്ട്, കാണുന്നുണ്ടല്ലോ. സോ ആ പൈപ്പിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 50 മീറ്റർ, ഡയമീറ്റർ തന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. ഓക്കെ, സോ ഡയമീറ്റർ 20 സെന്റിമീറ്റർ, അതായത് 0.2 മീറ്റർ. ലെങ്ത് എന്ന് പറയുന്നത് 50 മീറ്റർ. ഓക്കെ, സോ ലെങ്ത്തും ഡയമീറ്ററും തന്നു. അടുത്തത് തന്നിരിക്കുന്നത് ദ പൈപ്പ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് ഹൈറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ടാങ്ക് ഈസ് 4 മീറ്റർ അബവ് ദ സെന്റർ ഓഫ് പൈപ്പ്. സോ പൈപ്പ് ഹൊറിസോണ്ടൽ ആയിട്ട് ഇരിക്കുന്നത്, അപ്പോൾ ഒരു ഇൻക്ലിനേഷൻ ഒന്നുമില്ല, സെയിം സ്ട്രെയിറ്റ് ലൈനിലാണ്. അതാണ് നമ്മൾ ആ സെന്റർ ലൈൻ വരച്ചുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി പറയുന്നത് ഈ പൈപ്പിന്റെ സെന്റർ ലൈനിൽ നിന്ന് നമ്മുടെ വാട്ടർ സർഫസിലോട്ട്, ടാങ്കിന്റെ വാട്ടർ സർഫസിലോട്ട് 4 മീറ്റർ ഹൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ പൈപ്പിന്റെ സെന്റർ ലൈൻ. അവിടെ നിന്ന് നമ്മുടെ ടാങ്കിന്റെ വാട്ടർ സർഫസിലോട്ടുള്ള ഹൈറ്റ് 4 മീറ്റർ ആണ്. ഓക്കെ, 4 മീറ്റർ ഹൈ. സോ കൺസിഡർ ഓൾ മൈനർ ലോസസ് ആൻഡ് ടേക്ക് എഫ് ഈസ് ഈക്വൽ ടു 0.09. എഫ് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ഫ്ലോ ആണ്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യൂ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പൊ നമുക്ക് വെലോസിറ്റി അറിയണം, മനസ്സിലാവുന്നുണ്ടോ അല്ലേ? റേറ്റ് ഓഫ് ഫ്ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്, ക്യൂ ഈസ് ഈക്വൽ ടു AV, ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഈ പൈപ്പിന്റെ ഏരിയ നമുക്കറിയാം, ഈ പൈപ്പിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി ഉണ്ടാൽ മതി അല്ലേ? ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ ഡിസ്ചാർജ് കിട്ടും. സോ അസ്യൂം V is the velocity of flow of water through the pipe. സോ V എന്ന് പറയുന്ന വെലോസിറ്റിയെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നു. ആ വെലോസിറ്റിയിലാണ് പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്നത്. ഇനി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസ് ഒന്ന് ഓർത്ത് നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ഹെഡ് ലോസ് തന്നിരുന്നു, ഫ്രിക്ഷൻ ഹെഡ് ലോസ് തന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു. എങ്ങനെ ചെയ്താൽ മതിയായിരുന്നു? ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ഇപ്പോൾ ചെസീസ് ഫോർമുല ആണെങ്കിൽ V is equal to C root mi എന്ന് വെലോസിറ്റിന്റെ ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ഡാർസി വെയ്സ്ബാക്ക് ആണെങ്കിൽ 4FL V²/2GD, അവിടെ ഒരു V ഉണ്ട് അല്ലേ? സോ ഇപ്പുറത്തെ ഹെഡ് ലോസ് അറിയാമെങ്കിൽ നമുക്ക് ഈ V കണ്ടുപിടിച്ചൂടെ? എന്നിട്ട് ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഹെഡ് ലോസ് തന്നിട്ടില്ല, എല്ലാ ലോസസും നമ്മൾ എടുക്കണം. ആ എല്ലാ ലോസസിലും വെലോസിറ്റി ഉണ്ട്. അപ്പൊ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ആൻഡ് ആ വെലോസിറ്റിന്ന് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. വ്യത്യാസം മനസ്സിലായോ? നേരത്തെ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ ഹെഡ് ലോസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഹെഡ് ലോസിന്റെ ഇക്വേഷനിലൊക്കെ വെലോസിറ്റി ഉണ്ട്, ബാക്കി എല്ലാ ഫാക്ടറും അറിയായിരുന്നു. അതുകൊണ്ട് ഹെഡ് ലോസ് വെച്ച് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഹെഡ് ലോസ് ഒന്നും തന്നിട്ടില്ല, എന്തേ ഉള്ളൂ, ഹെഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് വാല്യൂസ് തന്നിട്ടുള്ളൂ, എഫ് തന്നിട്ടുണ്ട് അതുപോലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? വെലോസിറ്റി വാല്യൂ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടാക്കി കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്ത് കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ കൺസ്ട്രക്ട് ചെയ്യാറുള്ള ഇക്വേഷൻ എന്താണ്? ബെർണൗളിസ് ഇക്വേഷൻ അല്ലേ? എന്തെങ്കിലും ഒരു സാധനം അറിയില്ലെങ്കിൽ, രണ്ട് സെക്ഷനിലെ എന്തെങ്കിലും ഒരു സാധനം അറിയില്ലെങ്കിൽ നമ്മൾ സാധാരണ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്? ബെർണൗളിസ് ഇക്വേഷൻ ആണ് അല്ലേ? സോ ആ ബെർണൗളിസ് ഇക്വേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി V ആണ്. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. ബെർണൗളിസ് ഇക്വേഷൻ 2 പോയിന്റ്സിലാണ് അല്ലെങ്കിൽ 2 സെക്ഷനിലാണ് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുക അല്ലേ? ഇവിടെ നമ്മൾ 2 പോയിന്റ്സ് എടുക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ സർഫസ്. ഓക്കെ, ഈ ഫ്രീ സർഫസിൽ, ടാങ്കിന്റെ ഫ്രീ സർഫസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ജസ്റ്റ് അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പൈപ്പ്. ഓക്കെ, 2 പോയിന്റ് മനസ്സിലായല്ലോ. ഒന്നാമത്തെ പോയിന്റ് ഫ്രീ സർഫസിൽ, രണ്ടാമത്തത് പൈപ്പിന്റെ ഔട്ട്ലെറ്റിൽ. സോ അപ്ലൈ ബെർണൗളിസ് ഇക്വേഷൻസ് അറ്റ് 2 പോയിന്റ്സ്. 1 is at the free surface and 2 is at the outlet of the pipe. In a Bernoulli's equation for real fluids എന്തായിരുന്നു? P1/ρg plus V1²/2g plus Z1 is equal to P2/ρg plus V2²/2g plus Z2 plus losses അല്ലെ? ലോസസ് കൂടെ വരും. ഇവിടെ ഫ്ലോ നടക്കുന്നത് സെക്ഷൻ 1 നിന്ന് സെക്ഷൻ 2 അപ്പൊ സെക്ഷൻ 2 എനർജിന്റെ കൂടെയാണ് നമ്മൾ ലോസ് ആഡ് ചെയ്യുക, നിങ്ങൾക്കറിയാം. സോ ലോസസ് ആഡ് ചെയ്തു. ഇനി ഇവിടെ എന്തൊക്കെ ലോസസ് ഉണ്ട്? ഇനി ഈ പൈപ്പിൽ എന്തൊക്കെ ലോസസ് വരുന്നുണ്ട് അതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ ചിത്രം നോക്കുക. ഈ ചിത്രം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ടാങ്കിൽ നിന്ന് വെള്ളം പൈപ്പിലോട്ട് കയറുന്നു അല്ലെ? ടാങ്കിൽ നിന്ന് പൈപ്പിലോട്ട് വെള്ളം കയറുന്നു. അങ്ങനെയുള്ള കേസസിൽ നമ്മളൊരു ലോസ് പഠിച്ചിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. അതെന്തായിരുന്നു? ലോസ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ പൈപ്പ്.
loss at the entrance of the pipe represented by HI, which is equal to 0.5 V square by 2G. അല്ലെ, ഓർമ്മയുണ്ടോ? 0.5 V square by 2G എന്ന് എഴുതിയ ഇക്വേഷൻ, അത് ലോസ് അറ്റ് എൻട്രൻസ് ആണ്. സോ യു ഹാവ് ലോസ് അറ്റ് എൻട്രൻസ് ഇൻ ദിസ് കേസ്, അല്ലെ, പൈപ്പിലോട്ട് വെള്ളം കയറുന്നു ഫ്രം എ ടാങ്ക് ഓർ റിസർവർ, അതുകൊണ്ട് ലോസ് അറ്റ് എൻട്രൻസ് ഉണ്ട്. ഇനി ഒബ്സ്ട്രക്ഷൻ ഇല്ല, എൻലാർജ്മെന്റ് ഇല്ല, കോൺട്രാക്ഷൻ ഇല്ല, ഫിറ്റിംഗ് ഇല്ല, ബെൻഡ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഒരു മേജർ ലോസ് ഉണ്ട്. എന്താണ്? ഫ്രിക്ഷൻ ലോസ് ഉണ്ട്, അല്ലെ. വെള്ളം 50 മീറ്റർ നീളത്തിൽ ഈ പൈപ്പിൽ കൂടെ ഒഴുകുമ്പോൾ ആ പൈപ്പ് സർഫസുമായിട്ട് ഫ്രിക്ഷൻ ഉണ്ട്. സോ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൊണ്ട് ഫ്രിക്ഷൻ ലോസും ഉണ്ടാവുന്നുണ്ട്. സോ ദർ ആർ 2 ലോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് പൈപ്പ്, ലോസ് അറ്റ് ദ എൻട്രൻസ് ആൻഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇങ്ങനെ നമ്മൾ ലോസ് ഐഡന്റിഫൈ ചെയ്യണം. ആ പ്രോബ്ലത്തിന്റെ ചിത്രം വരച്ചിട്ട് അതിൽ എന്തൊക്കെ ലോസസ് ഉണ്ടാവാം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ യു ഹാവ് ലോസ് അറ്റ് എൻട്രൻസ് ആൻഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇക്വേഷൻസിലെ ഫാക്ടേഴ്സ് ഒക്കെ വേണം, അല്ലേ. സോ P1 P2 രണ്ടും 0 ആണ്. കാരണം എന്താ? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ ഇവിടെ P1 ഉം P2 എവിടെയാന്ന് നോക്കിയേ. 1 എവിടെയാണ്? ഫ്രീ സർഫസ് ആണ്, അത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആകുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രമേ ഉള്ളൂ, ഇപ്പൊ വാല്യൂ 0 അല്ലേ. ഇനി രണ്ടാമത്തെ സെക്ഷൻ എടുക്കുക. രണ്ടാമത്തെ സെക്ഷൻ എവിടെയാണ്? അഗെയിൻ ഡിസ്ചാർജിങ് ടു ദ അറ്റ്മോസ്ഫിയർ. അതർ എൻഡ് ഈസ് ഫ്രീ ടു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടില്ലേ പൈപ്പിന്റെ. സോ അത് ഡിസ്ചാർജിങ് ടു അറ്റ്മോസ്ഫിയർ ആണ്, അവിടെയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് അതുകൊണ്ട് ആക്ട് ചെയ്യുന്നത്. P2 is equal to 0. So P1 is equal to P2 is equal to 0 since the water is open to the atmosphere. അടുത്ത വെലോസിറ്റി വേണം, അല്ലേ. വെലോസിറ്റി V1 എത്രയായിരിക്കും നോക്കിക്കേ. V1 എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ സർഫസിലുള്ള വെള്ളത്തിന്റെ വെലോസിറ്റി. അതായത് നമ്മുടെ പോയിന്റ് 1 അല്ലെങ്കിൽ സെക്ഷൻ 1 വെലോസിറ്റി. സെക്ഷൻ 1 വെലോസിറ്റി ഉണ്ടാ? ഓർത്ത് നോക്കിയേ. നമ്മൾ ഡെറിവേഷനിലൊക്കെ പറഞ്ഞ ഇല്ല. കാരണം എന്താ? ടാങ്കിന്റെ ഫ്രീ സർഫസിലെ വെള്ളം അത് ഒഴുകുന്നൊന്നുമില്ല. ഇറ്റ് ഈസ് സ്റ്റാഗ്നന്റ് കണ്ടീഷൻ. സോ V1 is equal to 0 because it is at the free surface. ഇനി നമുക്ക് വേണ്ടത് V2 ആണ്, അല്ലെ. വെലോസിറ്റി അറ്റ് സെക്ഷൻ 2. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഇതാണ്, യൂണിഫോം പൈപ്പ് ആണ്. അപ്പൊ ഈ പൈപ്പിൽ എവിടെ എടുത്താലും ഒരേ വെലോസിറ്റി ആയിരിക്കും, അല്ലെ. ഒരേ ഡയമീറ്റർ ഉള്ള പൈപ്പ് അല്ലേ. അപ്പൊ ഈ പൈപ്പിൽ ഏത് സെക്ഷൻ എടുത്താലും ഒരേ വെലോസിറ്റി ആയിരിക്കും. ആ വെലോസിറ്റിനെ നമ്മൾ V എന്ന് വിളിക്കുന്നു. സോ വെലോസിറ്റി V2 is equal to V. ഇനി നമുക്ക് എന്താ വേണ്ടത്? Z1 ഉം Z2. Z1 ഉം Z2 എന്ന് പറഞ്ഞാൽ ഒരു റെഫറൻസ് ഡാറ്റത്തിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഞാനിവിടെ ഡേറ്റ എടുക്കുന്നത് ഈ പൈപ്പിന്റെ സെന്റർ ലൈൻ ആണ്. ഓക്കെ, നമ്മളിവിടെ സെന്റർ ലൈൻ വരച്ചു വെച്ചിട്ടില്ലേ, അത് ഡേറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ Z1 എന്തായിരിക്കും? ഈ ഡാറ്റത്തിൽ നിന്ന് ഫ്രീ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് അത് എത്രയാ? 4. സോ യുവർ Z1 വാല്യൂ ഈസ് 4 ആൻഡ് യുവർ Z2 വാല്യൂ ഈസ് 0, അല്ലെ. Z2 ഇവിടെ തന്നെയാണ്. സോ ഇറ്റ് ഈസ് 0. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വാട്ട് യു ഗെറ്റ്? P1 by rho g 0 ആവും, V1 square by 2g 0 ആവും, Z1 4 ആവും, P2 by rho g 0 ആവും, V2 square by 2g എന്താവും? V square by 2g ആവും. Z2 again 0. ലോസസ് ഉണ്ട്, 2 ലോസസ് ആണെന്ന് പറഞ്ഞു. ഒന്ന് അറ്റ് ദ എൻട്രൻസ്, അടുത്ത ഡ്യൂ ടു ഫ്രിക്ഷൻ, HI ആൻഡ് HF. സോ യു ഗോട്ട് യുവർ ഇക്വേഷൻ 1. 4 is equal to V square by 2g plus HI plus HF. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെ? HI യും HF ഉം കണ്ടുപിടിച്ചാൽ മതി, അല്ലെ. ഇൻലെറ്റിലെ ലോസും അതുപോലെ ഫ്രിക്ഷൻ ലോസും നമ്മൾ കണ്ടുപിടിച്ച് ഈ ഇക്വേഷനിൽ ആഡ് ചെയ്താൽ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമുക്ക് വെലോസിറ്റി ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ ഹെഡ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഹെഡിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും വെലോസിറ്റി. വെലോസിറ്റി മാത്രമേ അൺനോൺ ഉള്ളൂ. ഇവിടെ നമുക്ക് ഹെഡും അൺനോൺ ആണ്, വെലോസിറ്റി അൺനോൺ ആണ്. അപ്പൊ നമുക്കൊരു എക്സ്ട്രാ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ എക്സ്ട്രാ ഇക്വേഷൻ വേറെ ഒന്നുമല്ല, ബെർണോളിസ് ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഏത് ക്വസ്റ്റ്യനിലും ഒരു എക്സ്ട്രാ ഇക്വേഷൻസ് വേണ്ട വരുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ബെർണോളിസ് ഇക്വേഷന്റെ സഹായം എടുക്കുക. സോ 2 പോയിന്റ് എടുത്തു, അവിടെ 2 പോയിന്റിൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു, നമുക്കൊരു ഇക്വേഷൻ കിട്ടി. 4 is equal to V square by 2g plus HI plus HF, അല്ലെ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഒന്നുകൂടെ ഞാൻ എഴുതിയിട്ടുണ്ട്. L is equal to 50 meter, D is equal to 0.2 meter and F is equal to 0.009. Now you have to find HI and HF. എന്താണ് HF എന്ന് പറഞ്ഞാൽ? ഫ്രിക്ഷൻ ലോസ് ആണ്, അല്ലെ. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പൊ നമുക്ക് ഡാർസി വെയ്സ്ബാക്ക് ഫോർമുല അനുസരിച്ച് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? 4FL V square by 2GD. So HF is equal to 4FL V square by 2GD. ഇവിടെ F തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, G അറിയാം, D അറിയാം. നമുക്ക് അറിയാത്ത എന്താ? വെലോസിറ്റി മാത്രമേ ഉള്ളൂ. സോ ആ വെലോസിറ്റിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ 4 into
എഫിന് പകരം 0.009, എല്ലിന് പകരം 50 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു 0.2. സോ ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് HF ഈസ് ഈക്വൽ ടു 0.459 V സ്ക്വയർ. സോ HF ഈസ് ഈക്വൽ ടു 0.459 V സ്ക്വയർ. അടുത്ത് നമുക്ക് വേണ്ടത് HI ആണ്. HI എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിച്ച മൈനർ ലോസ് ആണ്. ഹെഡ് ലോസ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ പൈപ്പ്. പൈപ്പിന്റെ എൻട്രൻസിലുള്ള ഹെഡ് ലോസ് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ HI and given by 0.5 V square by 2G. So 0.5 V square by 2G velocity നമുക്ക് അറിയില്ല, ബാക്കി G ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So 0.5 into V square divided by 2 into 9.81. So substitute ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും it is equal to 0.025 V square. So HF ഉം കിട്ടി, HI ഉം കിട്ടി in terms of velocity. So ഈ ഇക്വേഷനിൽ വെലോസിറ്റി ഉണ്ട്, നമ്മുടെ ഇക്വേഷൻസിൽ വെലോസിറ്റി ഉണ്ട്. ആകെ അൺനോൺ എന്തേ ഉള്ളൂ? വെലോസിറ്റി ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ ആ ഇക്വേഷൻസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ രണ്ട് ഹെഡ് ലോസും ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 4 ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ 2G പ്ലസ് 0.459 V സ്ക്വയർ പ്ലസ് 0.025 V സ്ക്വയർ. മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഹെഡ് ലോസസ് ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ച ബെർണൗളിസ് ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 4 ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ 2G പ്ലസ് 0.459 V സ്ക്വയർ പ്ലസ് 0.025 V സ്ക്വയർ. V സ്ക്വയർ കോമൺ അല്ലേ, അതിനടുത്ത് പുറത്തോട്ട് എടുക്കുക. സോ V സ്ക്വയർ ഇൻറ്റു 1/2G 1/2 ഇൻറ്റു 9.81 പ്ലസ് 0.459 പ്ലസ് 0.025. ഓക്കെ, സോ അത് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് V സ്ക്വയർ എത്ര കിട്ടും? 7.48 കിട്ടും. ചെയ്ത് നോക്കുക. സോ 1/2G പ്ലസ് 0.59 അതുപോലെ 0.025 നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് V സ്ക്വയർ ഈസ് ഈക്വൽ ടു 7.48 കിട്ടും. ഇതിനകത്ത് വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? വാട്ട് വിൽ ബി വെലോസിറ്റി ഓഫ് ഫ്ലോ? V is equal to square root of 7.48 which will be equal to 2.735 meter per second. അപ്പോൾ നമുക്ക് വേണ്ട സാധനം കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്ചാർജ് എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ പൈപ്പിന്റെ ഏരിയ വെച്ചിട്ട് ജസ്റ്റ് വെലോസിറ്റിയുടെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ആൻസർ ആയി. സോ ഡിസ്ചാർജ് Q is equal to AV, A is equal to pi/4 D square. അപ്പോൾ pi/4 ഇൻറ്റു ഡയമീറ്റർ എത്ര? 0.2. സോ pi/4 0.2 സ്ക്വയർ ഇൻറ്റു 2.735. This is the discharge through the pipe. Okay. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. That will be 85.9 liters per second. സോ ഇങ്ങനെയാണ് നമ്മൾ ബെർണൗളിസ് ഇക്വേഷനും കൂടെ യൂസ് ചെയ്ത് അൺനോൺ ആയിട്ടുള്ള വെലോസിറ്റിയും ലോസസും കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ ഒന്ന് വിശദമായിട്ട് ക്ലാസ് കേട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെത്താൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കാനാണ്. സോ ഇത് കുറച്ചുകൂടെ പരിചയപ്പെടാൻ നിങ്ങളുടെ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ചെയ്യാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു പടി മുകളിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. യു ഹാവ് എ ഹൊറിസോണ്ടൽ പൈപ്പ് ലൈൻ വിച്ച് ഈസ് 40 meter long and is connected to a water tank at one end and discharges freely into atmosphere in the other end. ഇത്രയും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ. ഇനി പുതിയത് വരുന്നത് ഇവിടെയാണ്. ഫോർ ദ ഫസ്റ്റ് 25 meter ഓഫ് ഇറ്റ്സ് ലെങ്ത്, ആദ്യത്തെ 25 മീറ്ററിൽ ഈ പൈപ്പിന്റെ ഡയമീറ്റർ 150 mm ആണ്. ഓക്കെ, ആ പൈപ്പിന്റെ ആദ്യത്തെ 25 മീറ്ററിലെ ഡയമീറ്റർ 150 mm ആണ്. അതിനുശേഷം ഇത് സഡൻലി വലുതാവണോ? അതിനുശേഷമുള്ള ഡയമീറ്റർ 300 mm ആണ്. ഓക്കെ, സോ 40-ൽ 25 മീറ്റർ അത് 150 mm ഉം ബാക്കിയുള്ള 15 മീറ്റർ അത് 300 mm ആണ്. ബാക്കി ദ ഹൈറ്റ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ ടാങ്ക് ഈസ് 8 meter above the center of the pipe. Considering all losses of head which occur, determine the rate of flow. Rate of flow തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ പോലെ take F is equal to 0.01 for both the sections of the pipe. So F തന്നിട്ടുണ്ട്. മേജർ ലോസ് കണ്ടുപിടിക്കണം, മൈനർ ലോസ് കണ്ടുപിടിക്കണം. അതിൽ നിന്ന് നമ്മളൊരു വെലോസിറ്റി കണ്ടുപിടിക്കണം. ആ വെലോസിറ്റി വെച്ചിട്ട് ആ പൈപ്പിൽ കൂടെയുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ടാങ്ക്. ആ ടാങ്കിൽ 40 മീറ്റർ ടോട്ടൽ ലെങ്ത് ഉള്ള ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പിന്റെ ആദ്യത്തെ 25 മീറ്ററിൽ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 150 mm ആണ്. സോ ഫസ്റ്റ് 25 മീറ്റർ എടുത്താൽ ടോട്ടൽ ലെങ്ത് 40-ൽ ആദ്യത്തെ 25 മീറ്ററിൽ ലെങ്ത് എത്രയാണ്? ഡയമീറ്റർ എത്രയാണ്? 0.15.
So for the first 25 meter, the diameter is 150 mm, അതായത് 0.15 meter. ഓക്കെ, ആ 25 മീറ്റർ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ 40 ആണ്. അപ്പോൾ 40 മൈനസ് 25, ബാക്കി ഒരു 15 മീറ്റർ നീളമുണ്ട് അല്ലേ? ആ 15 മീറ്ററിൽ സംഭവിക്കുന്നത് ഈ ഒരു ഡയമീറ്റർ ഇൻക്രീസ് ആവുന്നു. എത്രയിലേക്ക്? 300 മില്ലിമീറ്ററിലോട്ട്. സോ 150 മില്ലിമീറ്റർ ഉണ്ടായിരുന്നത് 300 മില്ലിമീറ്റർ ആവുന്നു. സോ 0.15 ചേഞ്ചസ് ടു 0.3. സോ 25 മീറ്ററിൽ 0.15 ആണ്, ബാക്കിയുള്ള 15 മീറ്ററിൽ 0.3 ആണ് അതിന്റെ ഡയമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നു. ഇത് കഴിഞ്ഞ് പറയുന്നത് എന്താ? ഹൈറ്റ് ഓഫ് വാട്ടർ ലെവൽ ഇൻ ദ ടാങ്ക് ഈസ് 8 മീറ്റർ എബവ് ദ സെന്റർ ഓഫ് ദ പൈപ്പ്. സോ ഈ വാട്ടർ ലെവലിലെ ഹൈറ്റ് സെന്റർ ഓഫ് പൈപ്പിൽ നിന്ന് 8 മീറ്റർ ആണ്. ഓക്കെ, സെന്റർ ഓഫ് പൈപ്പ് അവിടെ നിന്ന് 8 മീറ്റർ. നൗ കൺസിഡർ ഓൾ ദ ലോസസ്, ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് ഫ്ലോ. നേരത്തെ പോലെ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഹെഡ് ലോസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെലോസിറ്റി വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബെർണൗളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ ഒരു യൂണിഫോം പൈപ്പ് ആയിരുന്നു. യൂണിഫോം പൈപ്പിന് പ്രത്യേകത എന്താ? ആ പൈപ്പിൽ ഏത് സെക്ഷൻ എടുത്താലും അവിടെ സെയിം വെലോസിറ്റി ആയിരിക്കും. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഏരിയ ഇൻറ്റു വെലോസിറ്റി അറ്റ് 1 ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി അറ്റ് 2. സോ ഏരിയ സെയിം ആണെങ്കിൽ വെലോസിറ്റി സെയിം ആയിരിക്കും. ഇവിടെ ഞാനൊരു സെക്ഷൻ എടുത്തു, ഇവിടെ ഞാനൊരു സെക്ഷൻ എടുത്തു. രണ്ട് സ്ഥലത്ത് ഏരിയ വ്യത്യാസമുണ്ട്, പക്ഷെ ഡിസ്ചാർജ് സെയിം ആയിരിക്കണം. അപ്പോൾ എന്തൊരു വ്യത്യാസം ഉണ്ടാവും? ഓട്ടോമാറ്റിക്കലി വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ പൈപ്പിൽ കൂടെ 0.15 മീറ്ററിൽ ഒഴുകുന്ന വെലോസിറ്റി ആയിരിക്കില്ല 0.3 മീറ്ററിൽ ഒഴുകുന്ന വെലോസിറ്റി. കാരണം എന്താ? ദർ ഈസ് ഏരിയ ഡിഫറൻസ്. നമുക്ക് ആ വെലോസിറ്റി ഡിഫറൻസ് ഉണ്ട്. ആ വെലോസിറ്റി ഡിഫറൻസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമുക്ക് ബെർണൗളിസ് ഇക്വേഷൻ ഒക്കെ കൺസിഡർ ചെയ്യാനും ഈ പറയുന്ന ലോസസ് ഒക്കെ കൺസിഡർ ചെയ്യാനും. നമ്മൾ ബെർണൗളിസ് ഇക്വേഷൻ എഴുതുന്നതിന് മുമ്പ് രണ്ട് സെക്ഷൻ എടുക്കുന്നു, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2 അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അറ്റ് ഫ്രീ സർഫസ്, രണ്ടാമത്തത് അറ്റ് ഔട്ട്ലെറ്റ്. കാരണം നമുക്ക് പൈപ്പിന്റെ വെലോസിറ്റി ചോദിച്ചല്ലോ, എവിടെയെങ്കിലും ഉള്ള ഡിസ്ചാർജ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? കണ്ടിന്യൂറ്റി ഇക്വേഷൻ അനുസരിച്ച് ഏത് സെക്ഷൻ എടുത്താലും ഡിസ്ചാർജ് സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് പൈപ്പിൽ ഏതെങ്കിലും ഒരു പൈപ്പിലെ വെലോസിറ്റി കണ്ടുപിടിച്ച് അതിന്റെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിസ്ചാർജ് എടുത്താൽ മതി. സോ ഫോർ കൺവീനിയൻസ് നമുക്ക് മാക്സിമം ടേംസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സെക്ഷൻ 1 ഫ്രീ സർഫസിൽ എടുക്കുന്നു, സെക്ഷൻ 2 ഔട്ട്ലെറ്റിൽ എടുക്കുന്നു. ഓക്കെ, നൗ ഞാൻ പറഞ്ഞു രണ്ട് വെലോസിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ കണ്ടോ, വി എസ്, ഞാൻ ഉദ്ദേശിച്ചത് സ്മോൾ എന്നാണ്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടു ദ എൻലാർജ്ഡ് പോർഷൻ. ഞാൻ പറഞ്ഞു ഏരിയ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് രണ്ട് പൈപ്പിലും വെള്ളം ഒഴുകുമ്പോൾ രണ്ട് വെലോസിറ്റിയിലാണ് ഒഴുകുക. സോ സ്മോളർ പൈപ്പിൽ വി എസ് ആണ് വെലോസിറ്റി. വി വിൽ സേ ദാറ്റ് ഇസ് വി സ്മോൾ. ഓക്കെ, വി ഇ എന്ന് പറഞ്ഞാൽ എൻലാർജ്ഡ് പോർഷനിലെ വെലോസിറ്റി, വി ഇ. ഇപ്പൊ രണ്ട് വെലോസിറ്റി ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. നൗ അപ്ലൈ ബെർണൗളിസ് ഇക്വേഷൻ അറ്റ് ഫ്രീ സർഫസ് ആൻഡ് ഔട്ട്ലെറ്റ് ഓഫ് ദ പൈപ്പ്. P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2 plus losses. ഇവിടെയും ഫ്ലോ നടക്കുന്ന ഇവിടുന്ന 1 നിന്ന് 2ലോട്ടാണ്. 1 നിന്ന് 2ലോട്ട് ഫ്ലോ നടക്കുമ്പോൾ ലോസസ് വിൽ ബി ഓൺ ദ സെക്കൻഡ് സൈഡ് അല്ലെ? റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും ലോസസ് ഉണ്ടാവും. ഇത് നമുക്ക് വേണ്ടത് ഇവിടുത്തെ ലോസസ് ആണ്. ഈ ഒരു പൈപ്പിൽ എന്തൊക്കെ ലോസസ് ഉണ്ടാവും? ഓഫ് കോഴ്സ് നമ്മൾ തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. ടാങ്കിൽ നിന്ന് വെള്ളം പൈപ്പിലോട്ട് കയറുന്നു. ടാങ്കിൽ നിന്ന് വെള്ളം പൈപ്പിലോട്ട് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലോസ് അറ്റ് ദ എൻട്രൻസ്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടത് തന്നെ. സോ ദർ ഈസ് ലോസ് അറ്റ് എൻട്രൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് പെർട്ടിക്കുലർ പോയിന്റ് അല്ലെ? അത് കഴിഞ്ഞ് വെള്ളം ആദ്യത്തെ പൈപ്പിൽ കൂടെ ഒഴുകുന്നു. ആദ്യത്തെ പൈപ്പിന്റെ ലെങ്ത് L ആണ്, വെലോസിറ്റി വി എസ് ആണ്. ലെങ്ത് L 25 മീറ്റർ, നമുക്ക് L1 എന്ന് വിളിക്കാം. L1ഉം വി എസും. സോ ആ ഒരു പൈപ്പിൽ ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വാല്യൂ വെച്ചിട്ട് എന്തുണ്ടാവും? നമ്മുടെ ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. സോ ഈ പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്ന സമയത്ത് ആ പൈപ്പിന്റെ ഫ്രിക്ഷൻ ഫാക്ടറും ആ പൈപ്പിന്റെ ലെങ്ത്തും ആ പൈപ്പിൽ കൂടെ ഒഴുകുന്ന വെലോസിറ്റി വെച്ച് ഒരു ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്പ് 1. മനസ്സിലാവുന്നുണ്ടോ? സോ ആ ഇക്വേഷൻ ഓർത്താൽ മതി. 4FL V square by 2GD ആണ്. അപ്പോൾ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ ആ പൈപ്പിന്റെ ക്രോസ് സെക്ഷൻ മാറുമ്പോൾ ആ ഓരോ ക്രോസ് സെക്ഷനിലും ഓരോ ഫ്രിക്ഷൻ ലോസ് വാല്യൂസ് ആയിരിക്കും അല്ലെ? കാരണം ഓരോ എൻലാർജ്മെന്റിലും ചിലപ്പോൾ ഡിഫറെന്റ് ഫ്രിക്ഷൻ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇവിടെ എഫ് ബോത്ത് സെക്ഷൻ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ലെങ്ത് വ്യത്യാസമുണ്ട്. FL V square by 2GD ഇക്വേഷൻ ഓർക്കുക. L ഉണ്ട്, V ഉണ്ട്. ഇവിടെ രണ്ട് പൈപ്പിലും ലെങ്ത് വ്യത്യാസമുണ്ട്, വെലോസിറ്റി വ്യത്യാസമുണ്ട്. സോ രണ്ട് പൈപ്പിലും എന്തുണ്ടാവും? രണ്ട് ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും. സോ നമുക്ക് ലോസ് അറ്റ് എൻട്രൻസ് ഉണ്ട്, ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്പ് 1 ഉണ്ട്. ഇനി പൈപ്പ് 1 നിന്ന് പൈപ്പ് 2ലോട്ട് പോകുന്നു. സെയിം പൈപ്പാണ്. ഏരിയ 1 നിന്ന് ഏരിയ 2ലോട്ട് പോകുന്നു.
അപ്പൊ എന്താ സംഭവിക്കുന്നത്? സഡൻ എൻലാർജ്മെന്റ്. നമ്മൾ ഇന്ന് പഠിച്ച ആദ്യത്തെ ലോസ്. സോ ദർ ഈസ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്. സോ 0.15 ഡയമീറ്ററിൽ നിന്ന് 0.3 ഡയമീറ്റർ ആയിട്ട് ഈ പോയിന്റിൽ ഡയമീറ്റർ സഡൻലി ചേഞ്ച് ആവുന്നു. സോ ദർ ഈസ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്. പിന്നെ വെള്ളം ഒഴുകുന്നതിലെ കൂടെയാ ഈ പൈപ്പിൽ കൂടെ. ഈ പൈപ്പിൽ കൂടെ ഒഴുകുമ്പോൾ എന്തുണ്ടാവും? നേരത്തെ പറഞ്ഞ പോലെ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇവിടുത്തെ എഫ് സെയിം ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ട്. L 15 ആണ്, VE. സോ വെലോസിറ്റിക്കും ലെങ്ത്തിനും വ്യത്യാസമുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ വേറൊരു മേജർ ലോസ് ഉണ്ട്. സോ യു ഹാവ് 4 losses ഓവർ ഹിയർ. ലോസ് അറ്റ് എൻട്രൻസ്, ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ഫസ്റ്റ് പോർഷൻ, ലോസ് അറ്റ് സഡൻ എൻലാർജ്മെന്റ്, ദെൻ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറ്റ് ദ സെക്കൻഡ് പോർഷൻ ഓഫ് ദി പൈപ്പ്. സോ ഇത്രയും ലോസസ് നമ്മൾ ഈ ഇക്വേഷനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഇക്വേഷൻ നോക്കാം. നേരത്തെ പോലെ P1 ഉം P2 ഇവിടെയും 0 ആണ്, കാരണം 1 ഇവിടെയാണ്, 2 ഇവിടെയാണ്. ഈ സെക്ഷൻ 1 സെക്ഷൻ 2 P1 P2 പറയുമ്പോൾ ഒരിക്കലും ഫസ്റ്റ് പൈപ്പും സെക്കൻഡ് പൈപ്പും ആലോചിക്കരുത് കേട്ടോ. നമ്മൾ എവിടെയാണ് സെക്ഷൻ 1ഉം സെക്ഷൻ 2 എടുക്കുക ഓർക്കുക. മേക്ക് ദിസ് ക്ലിയർ. 1ഉം 2ഉം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഏരിയയും രണ്ടാമത്തെ ഏരിയയും, പൈപ്പിന്റെ 2 ഏരിയ അല്ല പറയുന്നത്. സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ ഫ്രീ സർഫസ് തന്നെയാണ് ഇപ്പോഴും. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് ആണ്. അത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നതെന്ന് ഓർക്കുക. സോ P1 ഈസ് ഈക്വൽ ടു P2 ഈസ് ഈക്വൽ ടു 0, കാരണം രണ്ടും ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ഇനി വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് 1? വെലോസിറ്റി ഓഫ് 1 എന്ന് പറഞ്ഞാൽ VS ആണോ? അല്ല, കാരണം നമ്മുടെ സെക്ഷൻ 1 ഇതാണ് അല്ലെ, പോയിന്റ് 1 ഇതാണ്. അവിടെ വെലോസിറ്റി ഉണ്ടോ? ഇല്ല, ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്, ടാങ്കിലെ വെള്ളമാണ്, വെലോസിറ്റി 0 ആണ്. സോ V1 ഈസ് ഈക്വൽ ടു 0. ഇനി V2 ഔട്ട്ലെറ്റ് ആണ്. ഔട്ട്ലെറ്റിൽ വെള്ളം ഒഴുകുമ്പോൾ ഏതായിരിക്കും വെലോസിറ്റി? ഈ പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുമ്പോൾ ഉള്ള വെലോസിറ്റി. ഇതാണ് ഔട്ട്ലെറ്റ്. ഔട്ട്ലെറ്റിൽ കൂടെ വെള്ളം ഒഴുകുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലെ വെലോസിറ്റി ആയിരിക്കും അവിടുത്തെ വെലോസിറ്റി അല്ലേ. സോ V2 ഈസ് ഈക്വൽ ടു VE. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ സെക്ഷൻ എടുക്കുന്ന ഈ 2 പോയിന്റ് ആണ്. അപ്പൊ ആ 2 പോയിന്റിലെ വാല്യൂസ് ആണ് ഇവിടെ എടുക്കേണ്ടതെല്ലാം. P1 ഉം P2 0 ആണ്. വെലോസിറ്റി അറ്റ് 1 0 ആണ്. വെലോസിറ്റി അറ്റ് 2 എന്ന് പറയുമ്പോൾ ഈ പൈപ്പിൽ കൂടെ ഒഴുകി വരുന്ന വെലോസിറ്റി ആണ്, അത് VE എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നെക്സ്റ്റ് Z1 ഉം Z2. അതിന് ഡാറ്റം വേണം. ഞാൻ നേരത്തെ പോലെ ഡാറ്റം ഈ സെൻട്രൽ ലൈൻ എടുക്കുന്നു. സെൻട്രൽ ലൈൻ ഡാറ്റ ആയിട്ട് എടുത്താൽ Z1 എത്രയാണ്? 8 മീറ്റർ. സോ Z1 ഈസ് ഈക്വൽ ടു 8 മീറ്റർ, Z2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 ബൈ ρg 0 ആണ്, V1 സ്ക്വയർ ബൈ 2g 0 ആണ്, Z1 എന്ന് പറഞ്ഞാൽ 8 ആണ്. P2 ബൈ ρg 0 ആണ്, അടുത്ത V2 സ്ക്വയർ ബൈ 2g ആണ്. അതിന് വരെ നമുക്ക് എന്താ എഴുതാം? VE സ്ക്വയർ ബൈ 2g എന്ന് എഴുതാം. പ്ലസ് Z2 0. ലോസസ് 4 എണ്ണം ഉണ്ട്. HI അറ്റ് ദ entrance of the pipe. HF1 friction loss in pipe's first portion. HE എന്ന് പറഞ്ഞാൽ loss due to sudden enlargement. HF2 എന്ന് പറഞ്ഞാൽ loss due to friction in the second portion of the pipe. So ഇത്രയും values ഉണ്ട്. So you will get the equation 1 as this one. 8 is equal to VE square by 2g plus HI plus HF1 plus HE plus HF2. നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് 2 ലോസസ് ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ വെലോസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിനകത്ത് HF-നും HI-ക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നെങ്കിൽ നേരത്തെ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ പറ്റുമായിരുന്നു. ഇവിടെ 4 ലോസസ് ഉണ്ട്. ആ 4 ലോസസിലും വെലോസിറ്റീസ് വ്യത്യാസം വരും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പൊ ലോസ് അറ്റ് എൻട്രൻസ് എടുത്തു എന്ന് വിചാരിക്കാം. ലോസ് അറ്റ് എൻട്രൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? 0.5 V സ്ക്വയർ ബൈ 2g. ആ 0.5 V സ്ക്വയർ ബൈ 2gയിലെ വെലോസിറ്റി V എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ പൈപ്പ്. അപ്പൊ ഈ പൈപ്പിൽ കൂടെ ഒഴുകുന്ന വെലോസിറ്റി VS ആണ്. അപ്പൊ ഇവിടുത്തെ ലോസ് അറ്റ് എൻട്രൻസ് എന്താ? 0.5 VS സ്ക്വയർ ബൈ 2g ആണ്. ഓക്കെ, മനസ്സിൽ വെക്കുക. ഇനി ആ പൈപ്പിലെ ഫ്രിക്ഷൻ ലോസ് 4FL V സ്ക്വയർ ബൈ 2gd ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി ഏതാ വരിക? ഈ പൈപ്പിൽ കൂടെ ഒഴുകുന്ന വെലോസിറ്റി അല്ലേ, അത് VS ആണ്. അപ്പൊ ആ ഒരു ഫ്രിക്ഷൻ ലോസിന് ഉപയോഗിക്കേണ്ട വെലോസിറ്റി VS ആണ്. ഇനി അടുത്ത് വരാം, ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ്. സഡൻ എൻലാർജ്മെന്റിന്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? V1 മൈനസ് V2 ഓൾ സ്ക്വയർ ബൈ 2g എന്നാണ്. ഇപ്പൊ V1 എന്ന് പറഞ്ഞാൽ സ്മോളർ പോർഷന്റെ ഏരിയ, വെലോസിറ്റി. V2 എന്ന് പറഞ്ഞാൽ ലാർജർ പോർഷന്റെ വെലോസിറ്റി. അപ്പൊ അവിടെ VS-ഉം VE-യും വരുന്നുണ്ട്. ഇനി ലാസ്റ്റത്തെ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, രണ്ടാമത്തെ പോർഷനിൽ അവിടെ ഉപയോഗിക്കേണ്ട വെലോസിറ്റി എന്നാണ്? VE ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ VS-ഉം VE-യും വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ VS-നെയും VE-നെയും ഏതെങ്കിലും ഒന്നിന്റെ ടേംസിലോട്ടായിട്ട് മാറ്റണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ഒക്കെ ഇക്വേഷൻ എഴുതാം. സോ 8 ഈസ് ഈക്വൽ ടു VE സ്ക്വയർ ബൈ 2g പ്ലസ് HI പ്ലസ് HF1
പ്ലസ് HE പ്ലസ് HF2. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. L1 എന്ന് പറഞ്ഞാൽ 25 ഫസ്റ്റ് പോർഷന്റെ ലെങ്ത്, L2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പോർഷന്റെ ലെങ്ത് 15 മീറ്റർ, ഫസ്റ്റ് പോർഷന്റെ ഡയമീറ്റർ 0.15 മീറ്റർ, സെക്കൻഡ് പോർഷന്റെ ഡയമീറ്റർ 0.3 മീറ്റർ. ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് രണ്ടിനും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് F1 ആൻഡ് F2 ഈസ് ഈക്വൽ ടു 0.01. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ലോസസും എടുത്ത് ആ ലോസസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. സോ ലെറ്റ് us start with friction loss in small portion. So what is the friction loss equation? 4FL V square by 2GD. അപ്പോൾ ഫസ്റ്റ് പോർഷൻ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു കൺസിഡറേഷൻ എടുക്കുന്നു. 4F1 L1 V1 സ്ക്വയർ ബൈ 2GD1. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ സ്മോളർ പോർഷന്റെ വെലോസിറ്റി ആണ്. സോ V1 പകരം എന്താവും? VS ആവും. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് 0.01, ഫസ്റ്റ് പോർഷന്റെ ലെങ്ത് 25 മീറ്റർ ആണ്, ഇൻറ്റു വെലോസിറ്റി ത്രൂ ദ ഫസ്റ്റ് പോർഷൻ. അതിന്റെ വെലോസിറ്റി എത്രയാണ്? VS ആണ് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തത്. സോ VS സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു 0.15. എല്ലാം ഫസ്റ്റ് പൈപ്പ് പോർഷന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കൊടുക്കുന്നു. സോ യു വിൽ ഗെറ്റ് ദ ഫ്രിക്ഷൻ ലോസ് ആസ് 0.340 VS സ്ക്വയർ. ഓക്കെ, 0.340 VS സ്ക്വയർ ആണ് ഫ്രിക്ഷൻ ലോസ് ഇൻ സ്മോൾ പോർഷൻ. ഇനി ഫ്രിക്ഷൻ ലോസ് അറ്റ് ദ എൻലാർജ്ഡ് പോർഷൻ, നമ്മൾ വലിയ പോർഷനിലോട്ട് വരുന്നു, അവിടുത്തെ ഫ്രിക്ഷൻ ലോസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ F1 എന്നുള്ള സാധനമൊക്കെ F2 ആക്കുന്നു, L1 പകരം L2 ആക്കുന്നു, V1 പകരം V2 ആക്കുന്നു, D1 പകരം D2 ആകും. ഓക്കെ, ഇവിടെ F2 അറിയാം, L2 അറിയാം, D2 അറിയാം, എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു 0.01 ഇൻറ്റു രണ്ടാമത്തെ പോർഷന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 മീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു ഡയമീറ്റർ ഓഫ് സെക്കൻഡ് പോർഷൻ 0.3 ആണ്. ഇവിടെ വെലോസിറ്റി VS അല്ല, വെലോസിറ്റി VE ആണ്. കാരണം എന്താ? പൈപ്പ് ഏരിയ കൂടിയിട്ടുണ്ട്, അപ്പോൾ വെലോസിറ്റി കുറവായിരിക്കും. ആ വെലോസിറ്റിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്ത് VE എന്നാണ്. സോ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് V2 ഈസ് ഈക്വൽ ടു VE ഇൻ ദിസ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? HF2 ഈസ് ഈക്വൽ ടു 0.102 VE സ്ക്വയർ. ഓക്കെ, അടുത്തത് ഹെഡ് ലോസ് അറ്റ് പൈപ്പ് എൻട്രൻസ്. ഇപ്പൊ നമ്മൾ പൈപ്പ് എൻട്രൻസിൽ ഹെഡ് ലോസ് ഉണ്ട്, അതിന്റെ ഇക്വേഷൻ 0.5 V സ്ക്വയർ ബൈ 2G ആണ്. ജിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. V എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ പൈപ്പ്. ഏത് പൈപ്പാണോ എൻട്രൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഏത് പൈപ്പാണോ ടാങ്കുമായിട്ട് കണക്ട് ചെയ്തത്, ആ പൈപ്പിന്റെ വെലോസിറ്റി ആണ് V. ഇവിടെ നമ്മുടെ ആദ്യത്തെ സ്മോൾ പോർഷൻ ആണ് ടാങ്കുമായിട്ട് കണക്ട് ചെയ്തത്. സോ യുവർ V ഈസ് ഈക്വൽ ടു VS അല്ലെ? സോ 0.5 VS സ്ക്വയർ ബൈ 2 ഇൻറ്റു 9.81. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.025 VS സ്ക്വയർ. ദാറ്റ് ഈസ് യുവർ ഹെഡ് ലോസ് അറ്റ് പൈപ്പ് എൻട്രൻസ്, ദാറ്റ് ഈസ് HI. ഇനി ലാസ്റ്റ് ലോസ് അതെന്തായിരുന്നു? ഡ്യൂ ടു എൻലാർജ്മെന്റ്. സോ ഹെഡ് ലോസ് അറ്റ് പൈപ്പ് എൻട്രൻസ് അല്ല, സോറി, ഇത് പൈപ്പ് എൻലാർജ്മെന്റ് ആണ്, മാറ്റി വായിക്കാം. സോ H ഈസ് ഈക്വൽ ടു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G. ഇതിൽ 2G 2 ഇൻറ്റു 9.81 ആണ്. V1 ഉം V2 എന്താ? V1 എന്ന് പറഞ്ഞാൽ സ്മോളർ പോർഷന്റെ വെലോസിറ്റി, V2 എന്ന് പറഞ്ഞാൽ ലാർജർ പോർഷന്റെ വെലോസിറ്റി. അപ്പോൾ VS മൈനസ് VE ദ ഹോൾ സ്ക്വയർ ബൈ 2 ഇൻറ്റു 9.81. VS മൈനസ് VE ദ ഹോൾ സ്ക്വയർ ബൈ 2 ഇൻറ്റു 9.81. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.051 VS മൈനസ് VE ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് 4 ലോസസും കിട്ടി. ഇനി ആലോചിച്ച് നോക്കുക, നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ ഈ ലോസ് എടുത്ത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ 1 ആഡ് ചെയ്തു, ABCD ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് ആൻസർ കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒറ്റ ഇക്വേഷനും ഉണ്ട്, എത്ര അൺനോൺസ് ഉണ്ട്? 2 അൺനോൺസ് ഉണ്ട്, കാണുന്നുണ്ടോ? VE വെലോസിറ്റി അറ്റ് ദ എൻലാർജ്ഡ് പോർഷൻ നമുക്കറിയില്ല, VS വെലോസിറ്റി അറ്റ് ദ സ്മോളർ പോർഷൻ നമുക്കറിയില്ല. 2 വെലോസിറ്റിയും നമുക്ക് അറിയത്തില്ല. അപ്പൊ 2 അൺനോൺസും ഒരു ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷനിൽ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് പുതിയതായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ബെർണൗളിസ് ഇക്വേഷൻ ഉള്ളത് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ ഇക്വേഷൻ ഉള്ളത്. ഇനി നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഏതാ ആലോചിച്ച് നോക്കിയേ. നമ്മൾ പഠിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു ഇക്വേഷൻ ഉണ്ട്, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ആ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുത്താൽ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താ പറയുന്നത്? ഏത് സെക്ഷൻ എടുത്താലും ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആണല്ലേ. അതായത് ഏരിയ അറ്റ് സ്മോളർ പോർഷൻ ഇൻറ്റു വെലോസിറ്റി അറ്റ് സ്മോളർ പോർഷൻ ഈസ് ഈക്വൽ ടു ഏരിയ അറ്റ് എൻലാർജ്ഡ് പോർഷൻ ഇൻറ്റു വെലോസിറ്റി അറ്റ് എൻലാർജ് പോർഷൻ. അപ്പം വെലോസിറ്റി 2 വെലോസിറ്റി വരുന്നുണ്ട്, അത് തമ്മിലൊരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ VSന് VEന്റെ ടേംസിലോ VEന് VSന്റെ ടേംസിലോ എന്തെങ്കിലും വെക്കാം. അപ്പൊ നമുക്ക് ഒരു ഒന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ചെയ്യുന്നത്
കണ്ടിന്യൂറ്റി ഇക്വേഷൻ എടുക്കുന്നു. കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നമുക്കറിയാം A1 V1 is equal to A2 V2 എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. നമ്മുടെ V1 എന്ന് പറഞ്ഞാൽ VS ആണ്, ചെറിയ പോർഷൻ, പൈപ്പിന്റെ ചെറിയ പോർഷനിലെ വെലോസിറ്റി, അത് VS. ഇനി പൈപ്പിന്റെ എൻലാർജ്ഡ് പോർഷനിൽ വരുമ്പോൾ അവിടുത്തെ വെലോസിറ്റി VE. സോ A1 VS is equal to A2 V എന്നൊരു ഇക്വേഷൻ എഴുതി. A1 ഉം A2 നിങ്ങൾക്ക് അറിയാം, എന്താ, π/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ അറ്റ് 0.1, π/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ ഇൻ ദ സെക്കൻഡ് പോർഷൻ. ഇപ്പോൾ ഡയമീറ്റർ D1 D2 നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചൂടെ? So π/4 വെട്ടിപ്പോവും, 0.15 square, 0.3 square, VS ഉം VE ഉണ്ട്. So you got this relation. VS is equal to 4 times VE. VS എന്ന് പറയുന്നത്, അതായത് വെലോസിറ്റി ഓഫ് ഫ്ലോ ത്രൂ ദ സ്മോളർ പോർഷൻ ഈസ് 4 times than that of the velocity at the enlarged portion. ഈ ഇക്വേഷൻ ശരിയാണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഓർത്താൽ മതി. ചെറിയ ഏരിയ ആണെങ്കിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ സ്മോൾ ഏരിയയിലെ വെലോസിറ്റി മറ്റേതിനേക്കാൾ 4 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓക്കെ. സോ VS is equal to 4 times VE. അപ്പോൾ VEനെ നമ്മൾ VSന്റെ ടേംസിലോട്ട്, അല്ലെങ്കിൽ VSനെ നമ്മൾ VEന്റെ ടേംസിലോട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ച് മാറ്റി എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്ക് ഈ ഇക്വേഷനിൽ VE ഉണ്ട് അല്ലേ, നമ്മുടെ ഇക്വേഷൻ 1ൽ VE ഉണ്ട്. അപ്പോൾ ഈ HIയും HF1ഉം HEയും HF2ഉം എല്ലാം VEന്റെ ടേംസിലാണെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് VE കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ ചെയ്യുന്നു? അപ്പോൾ നമുക്ക് ഈ എല്ലാ ലോസും വന്നപ്പോൾ 2 വെലോസിറ്റി വന്നു. ആ 2 വെലോസിറ്റി ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല, ആൻസർ കിട്ടൂല. 2 അൺനോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒരു അൺനോൺ ആയിട്ട് കുറയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ എടുത്തു. കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നിന്ന് 2 വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചു. സോ VS is equal to 4 VE. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു ഇക്വേഷനിൽ VE ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം VEന്റെ ടേംസിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ VE വരുന്ന ഇക്വേഷൻസ്, VS വരുന്ന ഇക്വേഷൻസിലെല്ലാം നമ്മൾ VE സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏതൊക്കെ ഇക്വേഷനാ? എയിൽ VS ഉണ്ട്, സിയിൽ VS ഉണ്ട്, ഡിയിൽ VS ഉണ്ട്. സോ ആ VSന് പകരം നമ്മളെല്ലാം 4 VE കൊടുക്കുന്നു. ചെയ്ത് നോക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് E in A, C and D. So you will get HF1 എന്ന് പറഞ്ഞാൽ 0.340 VS സ്ക്വയർ ആയിരുന്നു. അതെന്താവും? 0.340 4 times VE all square. 0.340. VSന് പകരം എന്ത് കൊടുക്കുക? 4 VE കൊടുക്കുക. 4 times VE all square, that is 5.44 VE square. അടുത്തത് HI ആണ്. HI എന്ന് പറഞ്ഞാൽ 0.025 VS square ആണ്. That you can change to 0.025 into 4 times VE the whole square. Your answer will be 0.4 VE square. Okay. അടുത്തത് head loss at pipe entrance, HE. HE എന്ന് പറഞ്ഞാൽ 0.051 VS minus VE all square. ഇവിടെ ഒരു VS ഉണ്ട് അല്ലേ? അപ്പോൾ VSന് പകരം 4 VE കൊടുക്കുക. അപ്പോൾ 4 VE minus VE 3 VE. 3 VE സ്ക്വയറിന്റെ 3 VEന്റെ സ്ക്വയർ, അപ്പോൾ 9 VE സ്ക്വയർ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. HE is equal to 0.051 into VS minus VE all square ആണ്. അതിന് VSന് പകരം എന്ത് കൊടുക്കുക? 4 VE കൊടുക്കുക. അപ്പോൾ 4 VE minus VE 3. ഇപ്പോൾ 3 VEന്റെ സ്ക്വയർ 9 VE സ്ക്വയർ. 9 into 0.051 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.46 VE സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് VSൽ ഉണ്ടായിരുന്ന എല്ലാ ഇക്വേഷനെയും എന്താക്കി മാറ്റി? VEയിലോട്ടാക്കി മാറ്റി. ഇപ്പോൾ നമുക്ക് VE എന്ന് പറഞ്ഞ ഒറ്റ അൺനോണേ ഉള്ളൂ. അത് നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. You will get the velocity VE. Okay. So A is equal to VE square by 2G plus HI plus HF1 plus HE plus HF2. അതാണ് നമ്മുടെ ഇക്വേഷൻ 1. അതിൽ HF1ന്റെ വാല്യൂ കിട്ടി, HF2ന്റെ വാല്യൂ കിട്ടി, HEന്റെ വാല്യൂ കിട്ടി, HIന്റെ വാല്യൂ കിട്ടി. എല്ലാം കൂടി എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കാം. Substituting all losses, 8 is equal to VE square by 2G plus 0.4 VE square plus 5.44 VE square plus 0.46 VE square plus 0.1 VE square. ഇവിടെ ഏതാ കോൺസ്റ്റന്റ്? VE കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പോൾ VEനെ എടുത്ത് പുറത്തോട്ട് എടുക്കുക. ബാക്കിയുള്ളത് എന്താ? 1/2G. 1/2 into 9.81 plus 0.4 plus 5.44 plus 0.46 plus 0.1. ഇതിനകത്ത് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? VE square 1.24 ആണ്. സോ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ VE is equal to 1.24 square root അല്ലേ? അതിന്റെ റൂട്ട് എടുക്കുക. So you will get the velocity as 1.113 meter per second. So velocity of flow is equal to 1.113 meter per second. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്ചാർജ്. നമുക്കിപ്പോൾ ഉള്ളത് ഏത് പോർഷന്റെ വെലോസിറ്റിയാ? രണ്ടാമത്തെ പോർഷന്റെ വെലോസിറ്റി. VE എന്ന് പറഞ്ഞാൽ എൻലാർജ് പോർഷന്റെ വെലോസിറ്റി ആണല്ലേ? അപ്പൊ ഏത് ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിസ്ചാർജ് കിട്ടും?
ഏരിയ ഓഫ് എൻലാർജ്ഡ് പോർഷൻ. ആ സമയത്ത് നമുക്കിപ്പോൾ വി എസ് ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ ആ സ്മോളർ പോർഷന്റെ ഏരിയ ഇൻറ്റു വി എസ് ചെയ്താൽ ഡിസ്ചാർജ് കിട്ടും. രണ്ട് ഡിസ്ചാർജും സെയിം ആയിരിക്കും. അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലേ. സോ നമുക്കിപ്പോൾ ഉള്ളത് വി ആണ്. ഇപ്പോൾ വി ഏത് പോർഷന്റെ വെലോസിറ്റി ആണോ അതേ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എ ടു ഇൻറ്റു വി എ ടു എത്രയാ 5/4 ഇൻറ്റു 0.3 സ്ക്വയർ ഇൻറ്റു വി 1.113 മീറ്റർ പെർ സെക്കൻഡ്. യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 78.7 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇതാണ് ആ പൈപ്പിൽ കൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത്. സോ കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ പ്രോബ്ലവും തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഈ പൈപ്പ് ഫ്ലോ പോർഷനിൽ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം എങ്ങനെയാണ് നമ്മൾ രണ്ട് സെക്ഷൻ എടുത്തിട്ട് അതിനകത്ത് ബെർണൗളിസ് തിയറി അപ്ലൈ ചെയ്യുക, ഇല്ലാത്ത അൺനോൺസിനെ എങ്ങനെ ചെറുതാക്കാം കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉപയോഗിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഈ പ്രോബ്ലം രണ്ടും ഒന്ന് മനസ്സിരുത്തി ചെയ്തു നോക്കുക, വീഡിയോ കാണുക, പ്രോബ്ലംസ് തന്നെത്താൻ ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. ഇന്ന് ട്രൈ ചെയ്യാൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ അല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ലോസ് ഡ്യൂ ടു കോൺട്രാക്ഷൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിന്റെ ലോസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് യുവർ ഹോംവർക്ക് പ്രോബ്ലം. ആക്ടിവിറ്റി പീരീഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിംഗ് ദ ലോസസ് സെഷൻ. നമ്മൾ പറഞ്ഞു സെക്കൻഡ് മൊഡ്യൂളിന്റെ ഫോർത്ത് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പോർഷൻ പൈപ്പ് ഫ്ലോ ആണ്. പൈപ്പ് ഫ്ലോയുടെ ഫസ്റ്റ് പോർഷൻ ലോസസ് ആണ്. നമ്മൾ മേജർ ലോസസും ഡിസ്കസ് ചെയ്തു, മൈനർ ലോസസും ഡിസ്കസ് ചെയ്തു. സോ ലോസസ് എന്നുള്ള പോർഷൻ നമുക്ക് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എനർജി ലൈൻസ്, ഹൈഡ്രോളിക് ഗ്രേഡിയൻ ലൈൻ, അതുപോലെ ടോട്ടൽ എനർജി ലൈൻസ്, ഇതിനെക്കുറിച്ച് വാട്ടർ ഹാമർ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് തിയറി പോർഷൻസ് ആണ്. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ.